എത്തിയിട്ടുണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഇന്നത്തെ ജേണി ആരംഭിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളെ ഉഷാറായിട്ടിരിക്കട്ടാ, എല്ലാവരും ഉഷാറായിരുന്നോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് 1-2 ക്വസ്റ്റ്യൻസുകളെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുടിയുള്ള ക്വസ്റ്റ്യനിലേക്ക് ചാടാം കേട്ടോ. കാരണം മുടിയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നതാണെങ്കിൽ ബുദ്ധിമുട്ട് തോന്നാണ്, സങ്കടം വരണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് 1, 2, 3, 4, 5 അങ്ങനെ കയറി പോവാം. ഓക്കെ ആണല്ലോ? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ മക്കളെ, കേട്ടോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറ് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം എന്ന് പറയുന്നില്ല സാറ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഹിന്റെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, ലെക്ചർ നോട്ട് രൂപത്തിലെങ്കിലും എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? റൈറ്റ് അല്ലെങ്കിൽ ഡ്രോ, ഏതായാലും കുഴപ്പമില്ല. റൈറ്റ് ഓർ ഡ്രോ the structure of write or draw the structure of metamer of propanol. Metamer of propanol. Draw the structure or write the structure of metamer of propanol. പ്രൊപ്പനോൾ ഓൾറെഡി CH3 CH2 CH2 OH കേട്ടോ ഓൾറെഡി തന്നിട്ടുണ്ട്. ചില ആളുകൾ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടൻ വെള്ളം കുടിച്ചു. യെസ്, എന്താണ് ഓർഗാനിക് കെമിസ്ട്രി കിട്ടാൻ വെള്ളം കുടിച്ചു തുടങ്ങി അല്ലേ? വേഗം വേഗം വേഗം. നിങ്ങൾക്ക് 10 സെക്കൻഡ് സാറ് തരും കേട്ടോ. 10 സെക്കൻഡ് സാറ് തരും. ആ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എവിടെ എത്തും നോക്കട്ടെ. ഉഷാറായിട്ട് വേഗം വേഗം എനർജറ്റിക് ആയിട്ടിരിക്കുക, എന്നിട്ട് വേഗം ചെയ്യാം. ഇന്നത്തെ പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്റെ മക്കൾക്ക് അത് പഠിഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് സാർ പോകുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഉറപ്പിച്ച ശേഷമാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ. അപ്പൊ എന്റെ മക്കൾ ഉത്തരം എഴുതിയല്ലോ അല്ലെ? യെസ് 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 യെസ്. നമുക്ക് ഒരാൾ വേണം സാറേ. വേദ മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ. ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? കണ്ടു. നമുക്ക് എന്താ തോന്നിയേ പറഞ്ഞേ? പറ. സാറ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, മോള് ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, കണ്ടല്ലോ അല്ലെ? ഇനി സാറോട് പറയേണ്ട കാര്യം കേട്ടിട്ടില്ല അല്ലെ? കേട്ടിട്ടുണ്ടോ? വേഗം വേഗം പറഞ്ഞു. സാരമില്ല, ഐസോമർസം പോലെ എന്തോ സാധനമാണ് അല്ലേ? ഓക്കെ ഗുഡ്. അപ്പൊ മക്കളെ, എത്ര ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ. ഉത്തരം കിട്ടിയ ആളുകൾ ആരൊക്കെ? കാണട്ടെ. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോടെ മക്കൾ. ഉത്തരം കിട്ടിയവർ ആരെങ്കിലും നോക്കട്ടെ. ഉത്തരം കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല അല്ലേ? യെസ്. ആരാ? നസറീൻ. ബാബാ ഓടി വാ, വേം പറ. എന്താ മോ കിട്ടിയേ? ഉത്തരം കിട്ടിയ, ആൻസർ കിട്ടിയ? ശബ്ദത്തിൽ പറ. മീതോക്സി ഇതേൻ. സാർ ഒന്ന് എഴുതി കേട്ടോ അവിടെ. മീതോക്സി ഇതേൻ. CH3O CH2 CH3 ഇതല്ലേ മോള് പറഞ്ഞത്? മീതോക്സി ഇതേൻ. ഓക്കെ ഗുഡ്. ഓക്കെ മകൾ ശ്രദ്ധിക്കേട്ടോ. ഇനി ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? നസർ കിട്ടിയ ഉത്തരമാണ് സാർ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി എന്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. മകളെ ശ്രദ്ധിക്കട്ടെ. എന്താണ് മെറ്റാമർ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ മനസ്സിലേക്ക് ഐസോമർ എന്താന്ന് പറയാ അല്ലേ? എന്താണ് ഐസോമർ എന്ന് പറഞ്ഞാല്? compounds having same molecular formula but different structures അല്ലെ? കോമ്പൗണ്ട്സിന് സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറും വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ഐസോമർ എന്നാണ് പറയാ. അപ്പൊ എന്റെ മക്കൾക്ക് അറിയാം, ഐസോമറിസം നമ്മൾ പ്രധാനമായിട്ട് കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം അല്ലെ, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം ഒക്കെ ആണല്ലോ അല്ലെ? അതുപോലെ കൂടെ പഠിച്ച സാധനമാണ് മെറ്റാമറിസം. അപ്പൊ മെറ്റാമറിസം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് എന്തായിരുന്നു ഓർമ്മേണ്ട? ഐസോമർ തന്നെയാണ് കേട്ടാ. ഐസോമർ. ആ ഐസോമർ ഫോം ചെയ്യുന്നത് എങ്ങനെ അറിയോ? ഐസോമർ ഫോം ചെയ്യുന്നത് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓക്സിജൻ ഇസ് ചേഞ്ച് കേട്ടാ. പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓക്സിജൻ ആണ് ചേഞ്ച് ആവേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ ഇവിടെ നോക്കടാ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഐസോമർ മെറ്റാമർ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ഇതെന്താ? ഇത് ആൽക്കഹോൾ അല്ലേ? ഇവിടത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് ആൽക്കഹോളാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൽ നിന്ന് നമുക്ക് മെറ്റാമർ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നെസർ ശ്രദ്ധിച്ചോ, നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഓക്സിജൻ ഉള്ള കോമ്പൗണ്ടിന്റെ പൊസിഷൻ, അതിന്റെ ആ ഓക്സിജന്റെ പൊസിഷൻ മാറുമ്പോഴാണ് എന്തായിട്ട് മാറുക? അത് മെറ്റാമർ ആയിട്ട് മാറുക. ഇപ്പൊ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, നോക്കിയാടാ. CH3 CH2O CH2 CH3 കണ്ട, ഇതൊരു കോമ്പൗണ്ടാണ്. CH3 CH2O CH2 CH3. ഇതിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? ജി മോളെ.
ജിയ ഓടിവാ നിന്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തടാ. എത്ത് പ്ലസ് ഓക്സി. ഈ ഭാഗത്ത് 2 കാർബൺ, ഈ ഭാഗത്ത് 2 കാർബൺ അല്ലെ. എത്ത് പ്ലസ് ഓക്സി പ്ലസ് ഈഥെയ്ൻ. ഈഥോക്സി ഈഥെയ്ൻ ആണ് അതിന്റെ പേര്. ഇതാരാ ഈഥർ അല്ലേ. ഇതിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓക്സിജൻ അല്ലേ മക്കളെ? അല്ലേ, ഇതിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓക്സിജൻ അല്ലേ. അപ്പൊ ഈ ഓക്സിജന്റെ പൊസിഷൻ നമ്മൾ മാറ്റുകയാണ്. എങ്ങനെ മാറും നോക്കടാ. CH3 O CH2 CH2 CH3. ഇപ്പൊ എന്തായി? മീതോക്സി പ്രൊപ്പൈൻ ആയി. കണ്ടാ, ഇതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ മാറ്റമൊന്നുമില്ലേ. ഇത് ഈഥോക്സി ഈഥൈൻ ആണ്, ഇത് മീതോക്സി പ്രൊപ്പൈൻ ആണ്. അപ്പൊ എന്തുണ്ടായി? ഫംഗ്ഷൻ ഗ്രൂപ്പായ ഓക്സിജന്റെ പൊസിഷൻ മാറി. അപ്പൊ ഇവന്റെ മെറ്റാമർ ആണ് ഇവൻ. ഓക്കെ, ദീസ് ആർ ദി മെറ്റാമർ പെയേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ മനസ്സിലായോ എന്താ മെറ്റാമർ എന്നുള്ളത്? മനസ്സിലായില്ലേ? വേദ കിട്ടിയില്ലടാ? ഓക്കെ, അപ്പൊ മെറ്റാമർ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓക്സിജൻ ഈസ് ചേഞ്ച്. ആരോ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടോന്ന് നോക്കിയ സാറേ? ഉമ്മറേ പറ മോനെ. ആരാ? ഒന്നുകൂടി ശബ്ദത്തിൽ പറ മോനെ. ഇതിന്റെ പേരാ മെത്ത്. ഒരു കാർബൺ, ഈ ഭാഗത്ത് 1 കാർബൺ, ഇവിടെ 3 കാർബൺ. 1 കാർബണിന്റെ വേർഡ് റൂട്ട് മെത്തല്ലേ. മെത്ത് പ്ലസ് ഓക്സി പ്ലസ് പ്രൊപ്പൈൻ, മീതോക്സി പ്രൊപ്പൈൻ. സാർ ഇവിടെ എഴുതി തരാൻ നോക്കിക്കോ. മീതോക്സി പ്രൊപ്പൈൻ. കണ്ടാ, മീതോക്സി പ്രൊപ്പൈൻ സെറ്റ്. ഓക്കെ ആണ്. ഇതിന്റെ പേര് ഈഥോക്സി. അപ്പോ ശരിക്കും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ചെറിയ ഭാഗം പ്ലസ് ഓക്സി പ്ലസ് വലിയ ഭാഗത്തിന്റെ നെയിം ആണോ. അപ്പൊ ചെറുത് പ്ലസ് ഓക്സി പ്ലസ് വലുത് പ്ലസ് എയിൻ. അപ്പൊ എങ്ങനെ പറയാ? ചെറുതോക്സി വലുതെയിൻ. കണ്ടാ, സ്മോളസ്റ്റ് പോർഷൻ പ്ലസ് ഓക്സി പ്ലസ് വലുത് പ്ലസ് എയിൻ. അതാണ് ചെറുതോക്സി വലുത്. ആരോടും പറയരുത് കേട്ടാ, ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയതാണ് ചെറുതോക്സി വലുതെയിൻ. ആരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. ചെറുത് പ്ലസ് ഓക്സി പ്ലസ് വലുത് പ്ലസ് എയിൻ. കേട്ടാ, ചെറുതോക്സി വലുതെയിൻ മറക്കണ്ട കേട്ടാ. ഓക്കെ ഉമറേ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഈഥർ എന്ന് പറയുന്നത്. ആ ഈഥറിൽ ഓക്സിജൻ പൊസിഷൻ മാറിയാൽ അതിന് പറയുന്ന പേരാണ് മെറ്റാമറിസം. ആ മെറ്റാമറിസം മനസ്സിലായിരുന്നു? ഹായ് കാണിച്ച മക്കളെ. ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആരൊക്കെ മിണ്ടാണ്ടിരിക്കണ്ട? എടാ കൈ കാണിക്കടാ. മനസ്സിലായി സാർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കിയേ. സാർ ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ ആണോ? ശ്രദ്ധിക്കുക. റൈറ്റ് ചെയിൻ ഐസോമർ ഓഫ് എനി ചെയിൻ ഐസോമർ ഇടാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എഴുതാം. ചെയിൻ ഐസോമർ ഓഫ് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈന്റെ ഒരു ചെയിൻ ഐസോമർ എഴുതിക്കുക വേഗം. ടു ഡൈമീഥൈൽ പ്രൊപ്പൈൻ എഴുതിനോ ഇപ്പൊ കിട്ടുള്ള ആൻസർ. ടു ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഒരാള് പോലും ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടാതെ തിരിച്ചു പോകരുത് കേട്ടാ. കാരണം അത്രയും ശ്രദ്ധിച്ച് ചെയ്യണം. സമയം എടുത്താലും വേണ്ടില്ല, നിങ്ങൾ പഠിച്ചിട്ട് സാർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുള്ളൂ. ഓക്കെ മക്കളെ, എഴുതിണ്ടായിരിക്കും അല്ലെ? എന്താ ചെയിൻ ഐസോമർസ് പറഞ്ഞാല്? ചേഞ്ചിങ് ഓഫ് കാർബൺ ചെയിൻ ആണ് മാറേണ്ടത് അല്ലെ? ഇപ്പൊ നോക്കിയേ, ഡൈമീഥൈൽ പ്രൊപ്പൈനാ 1 2 3 കാർബൺ, ഇവിടെ മീഥൈൽ അല്ലെ? അപ്പൊ 2 ഡൈമീഥൈൽ. ഫ്രം ഹിയർ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ അല്ലേ? അപ്പൊ 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ അല്ലേ ഇത്? അല്ലെ മക്കളെ? ഇതിന്റെ ചെയിൻ ഐസോമർ ഏതാന്ന് പറഞ്ഞാൽ ആദ്യം എന്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ? എത്ര കാർബൺ ഉണ്ട് നോക്കണം. 1 2 3 4 5. C5 ആണ് മോളിക്കുലർ ഫോർമുല വരിക അല്ലെ? C5 ആണ്. ആൻഡ് H എത്ര വരും? 1 2 3 അല്ലെ? 6 7 8 9 10 12 H12 വരും. C5 H12 ആണ് മോളിക്കുലർ ഫോർമുല വരിക കേട്ടാ. ഇതേ മോളിക്കുലർ ഫോർമുലയിൽ വരുന്ന ഒരു ചെയിൻ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരിക? 5 കാർബൺ 5 കാർബൺ 1 2 3 4 5. കണ്ട 5 കാർബൺ
ബാക്കിയുള്ള ഭാഗത്ത് 1 2 3 4 5 6 7 8 9 10 11 12 12 ഹൈഡ്രജൻ. കണ്ട ഇതാരാ 5 കാർബണുള്ള ലോങ് ചെയിൻ ആണ്. ഇതിന്റെ പേരെന്താ പെന്റെയിൻ ആണ് അല്ലെ. അപ്പൊ പെന്റെയിൻ എന്ന് പറയുന്നത് ഈ 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈന്റെ ഒരു ചെയിൻ ഐസോമർ ആണ്. എവിടെയാ മക്കളെ മാറിയത് അറിയോ? എവിടെ മാറ്റം വന്നേ? കാർബൺ ചെയിനിലാണ് മാറ്റം വന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കാർബൺ ചെയിനിൽ മാറ്റം വന്നാൽ ഇറ്റ് ഈസ് നോൺ ആസ് ചെയിൻ ഐസോമറിസം. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ചെയിൻ ഐസോമറിസം കിട്ടിയ ആദ്യം പഠിച്ച മെറ്റാമറിസം, ഇതെന്തായിരുന്നു? ചെയിൻ ഐസോമറിസം. ക്ലാസ് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഇനി പിന്നീട് വരുന്ന സമയത്ത് മക്കൾ തെറ്റിപ്പോവും. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് one functional isomer of write one functional isomer of write one functional group or functional isomer, functional group or functional isomer of propan 2-ol, propan 2-ol, propan 2-ol, 2-propanol അഥവാ propan 2-ol ഏടാ. പ്രൊപ്പാൻ 2-ol അഥവാ 2-propanolന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ. ആ തേർഡ് ബെഞ്ച് സെക്കൻഡ് ബെഞ്ച് ഒന്ന് വിളിച്ചേ. അലൻ അലൻ ഒന്ന് ഓടി വന്നേടാ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത പറ്റോ? അലൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യടാ. കേൾക്കാനില്ല. അൺമ്യൂട്ട് ചെയ്യ്. ആ കഴിക്കലെടുത്തോട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. പറ്റുന്നില്ല. എടാ അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. എനിക്ക് ആക്ഷൻ കാണിച്ചാൽ മതി. ആ ആക്ഷൻ കാണിച്ചാൽ മതി കേട്ടോ. നോക്കി ശ്രദ്ധിക്കും പറയേ. പ്രൊപ്പാൻ 2-ol സാർ കണ്ടിട്ടുണ്ടോ? പ്രൊപ്പാൻ 2-ol കണ്ടിട്ടുണ്ടോ അല്ലെ? ആ ഇതിന്റെ ആക്ഷൻ കാണിച്ചു തരാം. പ്രൊപ്പാൻ 2-olന്റെ ആക്ഷൻ കാണിച്ചു തരാക്കി. പ്രൊപ്പാൻ 2-ol കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കേ. പ്രൊപ്പാൻ 2-ol കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? പ്രൊപ്പാൻ 2-ol സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? വരച്ചു നോക്കിയിട്ടുണ്ടോ? എന്ത് മനുഷ്യനാടാ അല്ലേ. അറിയില്ല. സുഖാണ് ഈ ആക്ഷൻ. ജബാ പറയട്ടാ. ഓക്കെ മക്കളെ ശ്രദ്ധിക്ക്. പ്രൊപ്പാൻ 2-olന്റെ സ്ട്രക്ചർ വരച്ചു നോക്കുമ്പോ എങ്ങനെയാ? CH3 CHOH CH3 ആണോ. ഇതാണ് പ്രൊപ്പാൻ 2-ol. ഈ പ്രൊപ്പാൻ 2-olന്റെ എന്താണ് പറഞ്ഞേ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ ഏതാണാ പറഞ്ഞത്? എത്ര ആളുകൾ എഴുതി മക്കളെ? എഴുതിയിട്ട് ഹൈ കാണിച്ചാൽ മതി. സിസ്റ്റത്തിക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ട. ഹൈ കാണിച്ചാൽ മതി. വെരി ഗുഡ്. 2 ഐസോമർ ഇത് 2 കൊണ്ട് കാണിക്കണ്ട. വെരി ഗുഡ്. ഓക്കെ ഗുഡ്. അത് നമുക്ക് ഒരാളെ ചോദിക്കണം അല്ലേ. നിതുല കുഞ്ഞാ എഴുതിയാ? പറഞ്ഞോടാ. വെരി ഗുഡ്. കാരണം ഈ OH മാറിയിട്ട് ഫങ്ഷൻ ഗ്രൂപ്പ് ഓക്സിജനായിട്ട് മാറണ്ടേ അല്ലേ. അപ്പൊ ഓക്സിജനായിട്ട് മാറുകയാണെങ്കിൽ എങ്ങനെ വരിക? CH3O CH2 CH3 എന്ന് പറഞ്ഞാൽ എന്താണ്? മീതോക്സി ഈഥൈൻ. ഫങ്ഷൻ ഗ്രൂപ്പായ ആൽക്കഹോള് മാറി എന്തായിട്ട് മാറി? ഈഥറായിട്ട് മാറി കേട്ടാ. വെരി ഗുഡ്. ഈ ഉത്തരം കിട്ടിയ കൈ കൊണ്ട് കാണിച്ചേ. ഈ ഉത്തരം കിട്ടിയ കാണിച്ചടാ. യെസ്. കിട്ടാത്തവരുണ്ടല്ലേ. കുറെ ആള് കിട്ടാത്തവരുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക. സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ഇത്? നമുക്ക് തന്നിരിക്കുന്ന ആൽക്കഹോളാണ്. ഇനി ഇത്തരത്തിലുള്ള ചോദ്യം തെറ്റിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് പ്രൊപ്പനോൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ അല്ലേ. ആൽക്കഹോളിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് മക്കളെ ആരാ? OH അല്ലേ. OH എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു വര കൊടുത്തിട്ടാണ് OH കൊടുക്കാൻ പാടുള്ളൂ. കാരണം OH തന്നെ നിൽക്കാൻ പേടിയാണ്. ഓക്കെ. അപ്പൊ ഒരു ബോണ്ട് വേണം. ആരെങ്കിലുമായിട്ട് കാർബണുമായിട്ട് ഒരു ബോണ്ട് വേണം. അപ്പൊ ഈ OH ഹൈഡ്രോ കാർബൺസുമായി ചേരുന്ന സമയത്താണ് ആൽക്കഹോളുകളായിട്ട് മാറുന്നത്. ആ ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റണം? മോളിക്കുലർ ഫോർമുലയിൽ മാറ്റമില്ലാതെ. there is no changing the molecular formula of compound കേട്ടോ. മോളിക്കുലർ ഫോർമുല മാറാതെ it is converted into എന്താണ് മാറണം? ഫങ്ഷൻ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈഥറിലോട്ട് മാറുന്നു കേട്ടോ. അങ്ങനെ ഈഥറിലോട്ട് മാറുന്ന സമയത്ത് OH മാറി ഈഥറായിട്ട് മാറിയല്ലോ. അപ്പൊ നോക്കിയേ, ഈഥർ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ കോമ്പൗണ്ട് ഈഥർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരൊറ്റ കോമ്പൗണ്ടേ ഉള്ളൂ. ആരാ? CH3O CH2 CH3. ഇതിനെ പറയുന്ന പേരാണ് ഈഥർ എന്നാണ് പറയാ. ഇവന്റെ IUPAC നെയിം എന്ന് പറയുന്നത് മീതോക്സി ഈഥൈൻ എന്നാണ്. കിട്ടിയ മക്കളെ? ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കണം. സാർ പറഞ്ഞുതരും. കാരണം ഇന്നത്തെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ ഇന്ന് പഠിച്ചിട്ടേ ഞാൻ പുറത്ത് പോവുള്ളൂ. രാത്രി 10 മണിയായാലും നിങ്ങളെ പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. കാരണം ഒരു അങ്ങനെ ഒരു തീരുമാനം. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ.
മീഥൈൻ മീഥൈൻ METHANE കേട്ടോ METHANE മീഥൈൻ reacts with oxygen to form A and B to form A and B. Identify how many B is formed. എയും ബിയും ഫോം ചെയ്തു. എത്ര മോള്? ഹൗ മെനി മീൻസ് എത്ര മോൾ ഇടാ? ഹൗ മെനി മോൾസ് എന്നാണ്. എത്ര മോള് ബി ഉണ്ടായി? മോള് പറഞ്ഞ് അല്ല മക്കൾ പറഞ്ഞ് വേഗം ആലോചിച്ച്. ഓക്കെ ആണല്ലോ. കിട്ടിയിട്ടുണ്ടാവും. സമയം എത്ര തന്നെ കൊണ്ടുള്ളൂ. ഞാൻ ഈ ബോർഡ് വായിക്കുന്ന സമയം കൊണ്ട് എന്റെ മക്കൾ ഉത്തരം പറയും. സെക്കൻഡ് ബെഞ്ച് ഫസ്റ്റ് വൺ. യെസ്, പേര് ഫാത്തിമ. ഗുഡ് ആഫ്റ്റർനൂൺ. മോളെ അൺമ്യൂട്ടായില്ലേ? പറ കുഞ്ഞാ. മോക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലയോ? നീ ആൻസറിലേക്ക് പോണ്ടേ? സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മീഥൈൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ എന്നല്ലേ പറഞ്ഞേ? ടു ഫോം എ ആൻഡ് ബി എന്നല്ലേ പറഞ്ഞേ? മോളോട് പറയുന്ന ചോദ്യം അതാണ്, എത്ര മോള് ബി ഉണ്ടാവും എന്നാണ് മോളെ പറയേണ്ടത്. എത്ര മോൾ ബി ഇസ് ഫോംഡ്? രണ്ടാണോ? എനിക്കറിയില്ല. എനിക്ക് ചോദ്യം പറയാൻ അറിയുള്ളൂ, ഉത്തരങ്ങളല്ലേ പറഞ്ഞു തരാ. പറഞ്ഞു. ഉറപ്പാണ്? രണ്ട്. വൈ യു ആർ സെയിങ് ടു? എന്തുകൊണ്ടാ മോളെ ടു എന്ന് പറഞ്ഞേ? പറഞ്ഞോ. They are waiting. They are eagerly waiting. Tell me, speed up. Yes, മക്കളെ നോക്കിയാ, മീഥൈൻ ഈസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ അല്ലേ? ആ റിയാക്ഷൻ എന്താ മക്കളെ പേര് പറയാ? കമ്പഷൻ എന്നല്ലേ പറയാ? ഹൈഡ്രോകാർബണുകൾ ഓക്സിജനുമായുള്ള റിയാക്ഷൻ പറയുന്ന പേരാണ് കമ്പഷൻ. ഹൈഡ്രോകാർബൺസ് ആർ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കമ്പഷൻ അല്ലേ? ടു ഫോം കാർബൺ ഡൈഓക്സൈഡ് വാട്ടർ. ദിസ് റിയാക്ഷൻ നോൺ ആസ് കമ്പഷൻ അല്ലേ? അപ്പൊ നോക്കി, ഹൈഡ്രോകാർബൺ CH4 ആണ് എന്റെ മക്കൾക്ക് തന്നിട്ടുള്ളത് അല്ലെ? ആ CH4 ഇറ്റ് ഈസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആണല്ലോ. ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ എനി ഹൈഡ്രോകാർബൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് CO2 പ്ലസ് H2O ആണല്ലോ മക്കളെ അല്ലെ? ഫ്രം ഹിയർ ഇറ്റ് ഈസ് നോട്ട് ബാലൻസ് അല്ലെ? നമ്മൾ ബാലൻസ് ചെയ്യണം. ഹൗ ടു ബാലൻസ്? ഫ്രം ഹിയർ 1 കാർബൺ, ഫ്രം ഹിയർ 1 കാർബൺ. കാർബൺ ഹാപ്പി ആണ്. From here 4 hydrogen, from here 2 hydrogen, balance ചെയ്യാൻ multiply with 2. Okay. And from here 2 oxygen, from here 2 oxygen, 2 plus 2 4 ആക്കാൻ multiply with 2. So here it is a stoichiometric equation. ഇതാണ് കുട്ടികളെ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലേ? ഇങ്ങനെ എന്റെ മക്കൾ കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇക്വേഷൻ എഴുതി നോക്കിയോ? ഒന്ന് ഹായ് കാണിച്ചു നോക്കട്ടെ, ഇല്ലെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തരാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നോ നമ്പർ അല്ലേ? അതിനർത്ഥം എന്താ? 1 mole of methane. ഇവിടെ 2 ഓക്സിജൻ. മക്കൾ ശ്രദ്ധിക്കട്ടോ, 1 മീഥൈൻ ആണ്, ഇവിടെ 2 മോൾ ഓക്സിജൻ ആണ് അല്ലെ? അപ്പൊ 1 മോൾ മീഥൈൻ ഈസ് റിയാക്ട്സ് വിത്ത് 2 മോൾ ഓക്സിജൻ ടു ഗിവ്സ്. ഇവിടെ നോ നമ്പർ. ഇറ്റ് മീൻസ് സോ ഹിയർ ഇറ്റ് ഈസ് എ ആണ്, 1 മോൾ കാർബൺ ഡൈഓക്സൈഡ്. ആൻഡ് ഫ്രം ഹിയർ ബി ആണ്. ബി എത്രയാ? 2 മോൾ. ഓക്കെ, അപ്പൊ എത്ര ഫോം ചെയ്തു? 2 മോൾ ആണ് ഫോം ചെയ്തത്. ഫാത്തിമാന്റെ ആൻസർ. ഗുഡ്, വെരി ഗുഡ്, നൈസ്. ഓക്കെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും കിട്ടിയോ? ഈ 2 എന്ന് കിട്ടിയിട്ടുണ്ടോ? 2 മോൾ എന്ന് കിട്ടിയവർ ഹായ് കാണിച്ചോ മക്കളെ? 2 മോൾ. കൈ കാണിക്കാത്ത തല കാണിച്ചിട്ട് കാര്യമില്ല, ഹായ് കാണിക്കടാ. ഓക്കെ സെറ്റ്. അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, സാർ അടുത്ത ക്വസ്റ്റ്യൻ തരാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആൽക്കൈൽ ഹാലൈഡ്സ് എഴുതിക്കോ. ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം. ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം in presence of dry ether. ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ, വാരി വലിച്ച് എഴുതണ്ട, സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. in presence of dry ether ഇക്വേഷൻ ആയിട്ട് ഗീവ്സ് റിയാക്ഷൻ ആയിട്ട് എഴുതിയാൽ മതി കേട്ടാ.
in presence of dry ether to form some compounds. The reaction is known as എന്താന്ന് വെച്ചാൽ എന്റെ മക്കൾ എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ അല്ലെ? ആൽക്കൈൽ ഹാലൈഡുകള് സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു, മെറ്റാലിക് സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ആണ് ആ റിയാക്ഷൻ നമ്മൾ എന്താ പറയാ? ദിസ് റിയാക്ഷൻ is known as സ്റ്റാർട്ട് വിത്ത് W ആണ് അല്ലെ? എന്തായിരുന്നു? വൂഡ്സ് റിയാക്ഷൻ എന്നാണ് ഇതിന് പറയാ. അതാ ആ റിയാക്ഷൻ പറഞ്ഞ പേര് വൂഡ്സ്. ക്വസ്റ്റ്യൻ അതല്ല. The reaction is known as വൂഡ്സ് റിയാക്ഷൻ. ആ വൂഡ്സ് റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മേജർ കോമ്പൗണ്ട് ഏതാണ്? വിച്ച് മേജർ കോമ്പൗണ്ട് ഈസ് ഫോംഡ് എന്നാണ് ചോദ്യം. During the reaction, which major compound അല്ലെങ്കിൽ identify the major compound formed by this reaction? Alkyl halides reacts with the sodium in process of dry ether to form dash. 1, 2, 3, 4th bench, second one. Yes. Who is that? Adil. മോനുസ് ഇവിടെ അല്ലേ? മൈൻഡ് വേറെ എവിടേക്കൊക്കെയോ പോകുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നില്ലേടാ? ഈ റിയാക്ഷൻ നമ്മൾ എന്താ പറയാ? ഒന്ന് പറഞ്ഞേ. വൂഡ്സ് റിയാക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് റിയാക്ഷൻ സാർക്ക് പറഞ്ഞു തരുമോ? എല്ലാവരും കേക്കട്ടെ. കേട്ടില്ല? ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട്സ് വിത്ത് sodium, metallic sodium, sodium metal in process of dry ether to form നീ ആ ഇക്വേഷൻ എഴുതി നോക്കിയില്ലല്ലോ മോനെ? ആൽക്കീനാണോ ഫോം ചെയ്യാ? ഇതാണ് പ്രശ്നം. നമ്മൾ ക്വസ്റ്റ്യൻ തരുമ്പോ ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. മോൻ ആ ക്വസ്റ്റ്യൻ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. എഴുതിയോ? എഴുതി. ഇന്ന് പ്രൊഡക്റ്റ് വരട്ടെ. റിയാക്ടൻസ് നമ്മൾ റെഡി ടു റൈറ്റ് ദ പ്രൊഡക്ട്സ്. വേഗം നോക്കിട്ടോ മോനെ, എഴുതി. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ സാറോട് പറ, സാർ പറഞ്ഞുതരാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദിയ മോളെ, ദിയ ഒന്ന് ഓടി വന്നേ, വേഗം പറഞ്ഞേ. കിട്ടിയ മോളെ? എന്താ? ബൈഫിനൈലാ. Alkyl halides reacts with metallic sodium in process of dry ether. This reaction is known as എന്താണ് ശ്രദ്ധിക്കാത്തത്? സിമ്പിൾ അല്ലേടാ. നമ്മൾ പഠിച്ച ഹൈഡ്രോകാർബൺ ചാപ്റ്റർ ഏറ്റവും ആദ്യം പഠിക്കുന്ന നെയിം റിയാക്ഷൻ ആണ്. നമ്മളെ മറക്കാൻ പാടുവോ? സാരമില്ല, ശ്രദ്ധിക്കട്ടാ. ഓക്കെ, മറക്കണ്ട. നെക്സ്റ്റ് വൺ. വേഗം പറ. ആൽഫി എന്നും മോൾ പറഞ്ഞേടാ. സിമെട്രിക്കൽ ആൽക്കൈൻ. ആൽക്കൈൻസ് ആർ ഫോംഡ് കേട്ടോ. ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ ആവശ്യമായ മെത്തേഡ് ആണ് വൂഡ്സ് റിയാക്ഷൻ അല്ലേ? ആൽക്കൈൽ ഹാലൈഡ്സ്. നോക്കിയടാ, CH3 CH2 Cl, അതാണ് ആൽക്കൈൽ ഹാലൈഡ് അല്ലേ? ദാറ്റ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ അല്ലേ? അങ്ങനെ ഡ്രൈ ഈഥറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യാം? സിമെട്രിക്കൽ പറ. ആൽഫി പോയാ? പറഞ്ഞ ഇതിന്റെ പ്രോഡക്റ്റ് പറ. അപ്പൊ അങ്ങനെ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാ CH3 CH2 Cl പ്ലസ് Na. ഇത് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഒന്നുകിൽ മിക്സർ എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബാലൻസ് 2 എന്ന് എഴുതി വെക്കാം അല്ലെ? അപ്പൊ എന്താ ഫോം ചെയ്യാ? CH3 CH2 CH3 CH2 CH2 CH3. വെരി ഗുഡ്. പ്ലസ് യെസ്, വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടാ പ്രോഡക്റ്റ് കിട്ടി. സോ ഹിയർ ഇറ്റ് ഈസ് ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകാർബൺ, സിംഗിൾ ഹൈഡ്രോകാർബൺ ഫോം ചെയ്തു കേട്ടോ. അപ്പൊ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് വൂഡ്സ് റിയാക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, വെൻ ആൽക്കൈൽ ഹാലൈഡ്സ്, കിട്ടാത്തൊരു ശ്രദ്ധിക്കണം കേട്ടോ. വെൻ ആൽക്കൈൽ ഹാലൈഡ്സ് reacts with metallic sodium in process of dry ether to form alkane. This reaction is known as Woods reaction. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക കേട്ടോ. Woods reaction. So here it is the preparation of alkanes. Okay ആണല്ലോ. Next question. സാർ ഇവിടെ എഴുതാ, നോക്കിയോളൂ കേട്ടോ. CH2
double bond CH2. It is known as ethene. Ethene. N monomers or monomers of ethene, lots of monomers of ethene are reacts together. This reaction is known as polymerization. മക്കളെ ശ്രദ്ധിച്ചോ, polymerization. During polymerization, ethene is converted into X. What is X? എന്താണ് X? Ethene monomers are combined to form X ആണ്. ഐഡന്റിഫൈ X എന്നാണ് സാർ ചോദിച്ചത്. ആരാണ് X? കേട്ടിട്ടുണ്ടായിരിക്കും. ആ എത്തീൻ മോണോമർ ആണ്. പോളിമറൈസിസ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോളിമർ ആണ് കേട്ടോ. സ്മാൾ മോളിക്യൂൾസ് ആയ മോണോമേഴ്സ് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ സ്മാൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ലാർജ് മോളിക്യൂൾ കിട്ടും. ആ ലാർജ് മോളിക്യൂൾ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ പോളിമർ എന്ന് പറയും. ആ പോളിമറിന്റെ ഫോർമേഷൻ നമ്മൾ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ ആണല്ലോ. അപ്പൊ എന്റെ മക്കൾ ഉത്തരം കിട്ടിയിട്ടുണ്ടോ അല്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു? എത്തീൻ ഓർ ഈഥീൻ. ETHEN ഈഥീൻ. പോളിമറൈസ് നടന്നു. എന്റെ മക്കൾ എങ്ങനെ എഴുതിണ്ടാവുക? എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. സി ഇവിടെ സി ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു H ഇവിടെ ഉണ്ട്, ഒരു H ഇവിടെ ഉണ്ട്, ഒരു H ഇവിടെ ഉണ്ട്, ഒരു H ഇവിടെ ഉണ്ട്. നൗ ദ ബാലൻസി ഓഫ് കാർബൺ 4 ടെട്രാ വാലൻസി ഒക്കെയാണ്. ബട്ട് ഒരു ബോണ്ട് പുറത്തോട്ട് പോകണം, ഒരു ബോണ്ട് ഇങ്ങോട്ട് പോകണം അപ് ടു n ടൈംസ്. കാരണം ഇതുപോലെ ഇതെന്തിനാ കൊടുക്കുന്ന അറിയോ? ഇതേപോലെ ഒരു യൂണിറ്റ് ഇവിടെ വരും, വീണ്ടും ഒരു യൂണിറ്റ് വരും. അങ്ങനെ കുറെ യൂണിറ്റുകൾ വരാൻ വേണ്ടിയാണ് അപ് ടു n കൊടുത്തിരിക്കുന്നത്. പക്ഷേ 1 2 3 4 5 അല്ലേ കാണിക്കുന്നേ? കാർബൺ ബാലൻസ് 4 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബോണ്ട് വിൽ ബ്രേക്ക് കേട്ടോ. അപ്പൊ എന്താണ് മാറി? CH2 അല്ലേ അപ് ടു n എന്ന് വരും കേട്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് പോളിത്തീൻ. ഇതിന്റെ പേരാണ് പോളിത്തീൻ. മറക്കണ്ട കേട്ടോ. എത്തീൻ മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോളിത്തീൻ ആയിട്ട് മാറുന്നു മക്കളെ, പോളിത്തീൻ. ഓക്കെ ഡേസ് കിട്ടിയല്ലോ? ഓക്കെ ആണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ ആണോ? ഇത് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Draw the structure of ഇവിടെ ശ്രദ്ധിച്ചോട്ടാ. PVC സ്ട്രക്ചർ വരയ്ക്കുക. പൈപ്പ് ഒന്ന് വരച്ചു വെക്കരുത്. PVC പൈപ്പ് ബോളൊന്ന് വരച്ചു വെക്കരുത്. PVC നമ്മൾ എന്താ യൂസ് ചെയ്യുക? പൈപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്, ഹെൽമെറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്, റെയിൻകോട്ട് ഉണ്ടാക്കാൻ PVC ആണ് യൂസ് ചെയ്യുന്നത്. ടോയ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുറെ പർപ്പസുകളുണ്ട് PVC. ആ PVCയുടെ സ്ട്രക്ചർ ആണ് സാറ് കുട്ടികളോട് വരയ്ക്കാൻ പറഞ്ഞുള്ളത്. മക്കളെ വേഗം വരച്ചേടാ. അറിയുന്നവര് ഹൈ കാണിച്ചേ. എത്ര ആളുണ്ട് നോക്കട്ടെ? PVC സ്ട്രക്ചർ 1 2 3 4 5. ആഹാ, ഓൺലി 5. PVC. ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ക്വസ്റ്റ്യനും മെമ്മറിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടാതിരിക്കരുത്. ഉറക്കത്തൊന്ന് ഞാൻ വിളിച്ചു ചോദിക്കും, മക്കളെ എന്താണ് PVC, എന്താണ് സ്ട്രക്ചർ ചോദിക്കുമ്പോൾ പറയാൻ കിട്ടണം കേട്ടോ. ആ സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചില് ലാസ്റ്റ് വൺ, സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ച് സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ച് ലാസ്റ്റ് വൺ. യെസ് അഭിനവ്, അഭിനവ് ആരെ കിട്ടാ? ആരാ? തേജ്. എവിടെയാണ്? ഉഷാറല്ലേ? തേജിനെ കാണുന്നില്ലല്ലോ. കേൾക്കുന്നില്ല മോനെ? ആ യെസ്, ഇച്ചിരി ശബ്ദം കൂട്ടോ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഈ സ്വകാര്യം പറഞ്ഞ പോലെ കേൾക്കുന്നത് എടാ. മോനെ PVC കണ്ടിട്ടുണ്ടോ? PVC കണ്ടിട്ടുണ്ടോ? സ്ട്രക്ചർ അറിയില്ല? സ്ട്രക്ചർ നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ ഒന്നും വരയ്ക്കരുത് കേട്ടോ. പൈപ്പ് ഒന്നും വരച്ചു വെക്കരുതേ കേട്ടോ. PVC യെസ് മക്കളെ നോക്കിയാ. PVC എന്ന് പറയുന്ന പോളി വിനൈൽ ക്ലോറൈഡ് കേട്ടോ. പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അത് പോളിമറാണ്. ആരോടും പറയണ്ട കേട്ടോ. ഓക്കെ തേജ്, അവിടെ ആരും കേട്ടില്ലല്ലോ, വീട്ടിലാരും കേട്ടില്ലല്ലോ, മിണ്ടണ്ട കേട്ടോ. യെസ്, ഇതാരാ? പോളി വിനൈൽ ക്ലോറൈഡ് ആണ്.
ഓക്കെ, വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിമർ ആണ്. ഏതിന്റെ പോളിമറാ? വിനൈൽ ക്ലോറൈഡ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വിനൈൽ ക്ലോറൈഡിന്റെ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന പോളിമറാണ് PVC. ശ്രദ്ധിച്ചോ, വിനൈൽ ക്ലോറൈഡ് സാർ വരച്ചു തരാം. CH2 ഡബിൾ ബോണ്ട് CHCl. ഇതാണ് മോനെ വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് കണ്ടോ? ഓക്കെ മക്കളെ, ഈ വിനൈൽ ക്ലോറൈഡിന്റെ മോണോമേഴ്സ് n ടൈംസ് എന്ത് ചെയ്യുന്നു? പോളിമറൈസേഷൻ വിധേയമാകുന്നു കേട്ടോ. ഓക്കെ, അപ്പോഴാണ് ഇത് മാറുക, പോളി വിനൈൽ ക്ലോറൈഡ് മാറുക. അപ്പൊ സ്ട്രക്ചർ സാർ വരയ്ക്കാൻ ശ്രദ്ധിച്ചോ. CH2 ഉണ്ട്, ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്, CH ഉണ്ട്, ഇവിടെ Cl കൊടുത്തു, ഓൾറെഡി ഉള്ള സ്ട്രക്ചർ ആണ്. നമുക്ക് എന്ത് വേണം? പോളിമർ ആക്കുന്ന സമയത്ത് ഒരു ബോണ്ട് പുറത്തോട്ടും ഒരു ബോണ്ട് ഇങ്ങോട്ടും കൊടുത്തിട്ട് അപ് ടു n ടൈംസ് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്തപോലെ ബോണ്ട് വിൽ മൈക്കറല്ല, ബോണ്ട് വിൽ ബ്രേക്ക്. നമ്മൾ എന്ത് ചെയ്തു? ബോണ്ടിനെ ബ്രേക്ക് ചെയ്തു. കണ്ടാ, ഇതാണ് PVC. കിട്ടിയല്ലോടാ? അപ്പോ വിനൈൽ ക്ലോറൈഡിന്റെ മോണോമേഴ്സ് എന്തായിട്ട് മാറി? പോളി വിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറി കേട്ടോ. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് മോണോമർ ആണ്, ഇത് പോളിമർ ആണ്. കിട്ടിയല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? യെസ്, കിട്ടിയോ? സാർ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇത് കിട്ടിയല്ലോ? ഇതാരാ? മോണോമർ. ഇതാരാ? പോളിമർ. ഇന്ന് നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയവരൊക്കെ ഒന്ന് പറഞ്ഞുതരാ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെന്ന് പറയണം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ഓക്കെ അല്ലേ? കിട്ടിയിട്ടില്ലേ മക്കളെ? കാരണം ഇനി ഇത് പറഞ്ഞുതരാൻ ഞാൻ വരൂല, അതുകൊണ്ടാ. അടുത്ത ക്വസ്റ്റ്യൻ വന്ന് അടുത്ത ചാപ്റ്റർ ഒന്നും ഞാൻ ഇത് പറഞ്ഞുതരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ 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 മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. അടുത്ത ക്വസ്റ്റ്യൻ, one propene it is reacts with the hydrogen to form dash. ഇവിടെ സാറ് A എന്ന് കൊടുക്കുന്നുണ്ട്. എന്റെ മകള് A എന്താന്ന് പറഞ്ഞു തരണം. ഇവിടെ ഞാൻ X എന്ന് കൊടുക്കുന്നുണ്ട്. ഈ X എന്താന്ന് പറഞ്ഞു തരണം. ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഡാഷ്, അതും പറഞ്ഞു തരണം. നോക്കട്ടെ. ആദ്യം one propene it is reacts with the hydrogen to form A. അപ്പൊ what is A? അപ്പൊ എന്റെ മക്കളെ എഴുതി തരണം A എന്താണ്. ഇൻ പ്രസൻസ് ഓഫ് X ആണ്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? X പറഞ്ഞു തരണം. ഓക്കെ, ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡാഷ്. അങ്ങനെ 3 ചോദ്യമാണ് എന്റെ മക്കൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ എന്റെ 3 മക്കൾ ഓടി വരണം. നമുക്ക് എന്ത് ചെയ്യാം സാറേ? ഒരു 3 ആളെ ഓരോരുത്തരോട് തന്നോളൂ. ആർദ്രലക്ഷ്മി. ആർദ്ര ഓടി വന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഹായ്, ഹൗ ആർ യു? ആർ യു ഓക്കെ? ഇതുവരെ ചെയ്തൊക്കെ മനസ്സിലായോ? ക്ലിയർ ആവുന്നില്ലേ? സെറ്റ് അല്ലേ? ഇനി ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മറക്കില്ലല്ലോ. സാർ വിശ്വസിച്ചോട്ടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോള് നോക്കടാ. പ്രൊപ്പീൻ എന്ന് പറഞ്ഞ സാധനം 1 പ്രൊപ്പീൻ ആണ്. ഇത് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുന്നു. മോള് പറഞ്ഞു തരേണ്ടത് A എന്താന്ന് മാത്രം സാർക്ക് പറഞ്ഞു തന്നാൽ മതി. പ്രൊപ്പീൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം A. വാട്ട് ഈസ് A? വേഗം പറഞ്ഞാൽ അടിപൊളി ഡയറി മിൽക്ക് സർപ്പ് തരും. വേഗം പറഞ്ഞു. ഓർമ്മ കിട്ടുന്നില്ല? സാറില്ല കേട്ടോ, ചിന്തിച്ചു നോക്കേ. ഇത് കഴിഞ്ഞിട്ട് സാർ പ്രോഡക്റ്റ് പറയും. പ്രോഡക്റ്റ് പറഞ്ഞിട്ട് മോക്ക് മനസ്സിലായില്ലെങ്കിൽ റൈസ് ഹാൻഡ് ചോദിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ചിത്ര. ക്രിസ്റ്റ എവിടെയാ? ക്രിസ്റ്റ ഒന്നുണ്ടോ? ക്രിസ്റ്റ മോളെ ഒന്ന് വേഗം നോക്കിയടാ. ഓടിവാ. 1 propene it is reacts with hydrogen to form A. What is A? ക്രിസ്റ്റന്റെ ആൻസർ ആണ് എനിക്ക് വേണ്ടത്. വേഗം പറഞ്ഞു. വേഗം പറ. കിട്ടുന്നുണ്ടോ? ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? കേട്ടിട്ടുണ്ടായിരുന്നോ? അപ്പൊ സാറ് പ്രോഡക്റ്റ് പറഞ്ഞു തരും. പറഞ്ഞു തന്നിട്ട് മോക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? സാറോട് ചോദിക്കണം. കേട്ടല്ലോ? ഓക്കെ, മക്കളെ ശ്രദ്ധിക്കട്ടോ. 1 propene എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? C. ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കാം, ഇവിടെ H കൊടുക്കാം, ഇവിടെ H കൊടുക്കാം, ഇവിടെ H കൊടുക്കാം, ഇവിടെ H. ശ്രദ്ധിക്കണം കേട്ടോ. മോളിക്കുലർ ഫോർമുല എഴുതുമ്പോഴും സ്ട്രക്ചർ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എണ്ണം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് മക്കളെ 1 propene. ഉറപ്പാണല്ലോ? ഈ 1 propeneലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കട്ടോ, 2 ഹൈഡ്രജൻ ചേർക്കുകയാണ്. സ്പേസ് എവിടെയാ ഉള്ളത് നോക്കണം. ഇവിടെ ഒരു സ്പേസ് ഇല്ലയോ? ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അല്ലെ?
അപ്പൊ സാർ എന്ത് ചെയ്തു? ഇവിടെ ഒരു എച്ചിനെ കൊടുത്തു, ആൻഡ് ഫ്രം ഹിയർ ആൾസോ എച്ചിന് കൊടുത്തു അല്ലേ? അപ്പൊ എന്താണ്ടായേ? ഇവിടെ 1 2 3 4 5 1 2 3 4 5 അല്ലേ? നമുക്ക് കാർബണിന്റെ ബാലൻസ് 4 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞതുപോലെ ബോണ്ടിനെ നിങ്ങൾ എഴുതിയിട്ട് മായ്ക്കരുത് കേട്ടോ. ബോണ്ട് വിൽ ബ്രേക്ക്, ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കിണ്ടായി എന്താ? ഇവിടെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറിയില്ലേ? ഇതാരായിരുന്നു? ഡബിൾ ബോണ്ട് ആയിരുന്നു. ഈ ഡബിൾ ബോണ്ടോട് കൂടി ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തപ്പോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ആൽക്കീൻ ആരായിട്ട് മാറി? ആൽക്കൈൻ ആയിട്ട് മാറി. അൺസാച്ചുറേറ്റഡ് എന്തായിട്ട് മാറി? സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഈ പ്രോസസ് ഹൈഡ്രജൻ ആണ്, സോറി ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ ആണ് കേട്ടാ. ഓക്കെ അല്ലേ? അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോഴാണ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ആയിട്ട് മാറിയത്. കിട്ടിയല്ലോ? ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എ. എ കിട്ടിയവർ ആരൊക്കെയായിരുന്നു? ഇതായിരുന്നു നിങ്ങളുടെ എ എങ്കിൽ ഒന്ന് ഹായ് കാണിച്ച മക്കളെ. ഗുഡ്, നല്ല മക്കളെ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് വേണ്ടത് എക്സ് ആണ്. ഇൻ പ്രോസസ് ഡാഷ് ആരാണ് ഈ പ്രോസസ്സിന് വേണ്ടി സഹായിച്ചത് ആരാന്നാണ് അറിയേണ്ടത് അല്ലെ? അതാരാ എനിക്ക് പറഞ്ഞു തരാ? തേർഡ് ബെഞ്ച് ലാസ്റ്റ് വൺ, സോറി ലാസ്റ്റ് തേർഡ് ബെഞ്ചില് 2 ആയിസ് അവിടെ തന്നെ. ആരാ? ജസ്ന. ജസ്ന മോക്ക് പ്രോഡക്റ്റ് കിട്ടിയായിരുന്നോടാ? എ കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു. തന്നെയാണോ കിട്ടിയിരുന്നത് മോക്ക്? ആരാണ് മോക്ക് ഈ പ്രോഡക്റ്റ് തരാൻ സഹായിച്ചേ? ആരാ സഹായിച്ചേ? ഇവിടെ ബോർഡിൽ ഇങ്ങോട്ട് റിയാക്ഷൻ സാർ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വേഗം പറ. അതല്ലേ ഇയാളെ സഹായിച്ചത്, ഈ റിയാക്ഷന് പ്രോഡക്റ്റ് കിട്ടാൻ സഹായിച്ചാണല്ലേ എക്സ്. അതാരാണ്? നമുക്കൊരു കാര്യം, 3 ആള് വേണോ? അപ്പൊ ആരും വേണ്ടെന്ന് പറയും, ഒന്ന് മതി, ബാക്കി നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. നിക്കൽ അല്ലേ? അല്ലെങ്കിൽ മോള് പറഞ്ഞത് PT പ്ലാറ്റിനം, അല്ലെങ്കിൽ പലേഡിയം. നമ്മൾ എഴുതി വെച്ചത് നോക്കി വായിക്കാറാവരുത്. നിങ്ങളുടെ മെമ്മറിയിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിക്കൽ എന്ന് പറയാം, പ്ലാറ്റിനം എന്ന് പറയാം, പലേഡിയം എന്ന് പറയാം കേട്ടോ. അപ്പൊ മെമ്മറി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, നിക്കൽ ഓർ പ്ലാറ്റിനം ഓർ പലേഡിയം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇത് കാറ്റലിസ്റ്റ് ആണ്. ഇതാരാണ്? കാറ്റലിസ്റ്റ് ആണ്. ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ എന്താ പറയാ? മോളെന്ന് പറഞ്ഞേടാ. ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ ആരാ? ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ എന്താ പറയാ? ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ എന്താ പറയാ? മോളെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആരും കിട്ടില്ല അപ്പൊ ചെയ്യാൻ വിളിക്കും ഞാൻ. വേഗം പറഞ്ഞു. ആരെ കണ്ടില്ല അപ്പൊ ചെയ്യാനേ വിളിക്കാം. പറ മോളെ. ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ ഹൈഡ്രോജനേഷൻ. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ. വാട്ടറിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ? വാട്ടർ റിമൂവ് ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ. ഹൈഡ്രജനും ഹാലോജനും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഡീഹൈഡ്രോ ഹാലോജനേഷൻ. കേട്ടോ? അപ്പൊ ഓർമ്മ ഉണ്ടാവണം. ഹൈഡ്രജൻ ആണെങ്കിൽ എന്താ പറയാ? ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്താ പറയാ? ഹൈഡ്രോജനേഷൻ. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ. വാട്ടറിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ? ഹൈഡ്രേഷൻ. ഓക്കെ, ഹൈഡ്രോജൻ വാട്ടറുമായുള്ള റിയാക്ഷൻ ആണെങ്കിൽ എന്താ പറയാ? ഹൈഡ്രോളിസിസ് എന്നും പറയും കേട്ടോ. അപ്പൊ മക്കളെ ഓർത്ത് വെച്ചോളൂ. ഇപ്പൊ ഇവിടെ വേണ്ടത് നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം ആണ്. കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ശ്രദ്ധിച്ചോളൂ മക്കളെ. when propane is decomposed, when propane is decomposed, okay, വേണമെങ്കിൽ ആബ്സെൻസ് ഓഫ് എയർ എന്നൊക്കെ പറയാം കേട്ടാ. ആബ്സെൻസ് ഓഫ് എയർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ ആബ്സെൻസ് ഓഫ് എയർ. Methane is formed. What is the additional products or other products? എന്ന് വെച്ചാൽ propane is decomposed, methane form ചെയ്തു. What is next one? What is the remaining compound? No. What is next no? What is A no? What is B no? What is next? എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിട്ട് വിളിക്കുക. എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. വേഗം സ്പീഡപ്പ്. നമുക്ക് നവജോതെ കഴിഞ്ഞ ദിവസം കണ്ടാ മോനെ, പിന്നെ കണ്ടിട്ടില്ല. മോനെ സുഖല്ലടാ?
എന്താണ് പഠിക്കുന്നില്ലേ? വർക്കൗട്ട് ചെയ്യാറില്ലേ? വർക്കൗട്ട് ചെയ്യാറുള്ള ജിമ്മിന് പോകണ അറിയില്ലോട്ടോ ചോദിച്ചത്. നമ്മൾ ഇത് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാറില്ലേ? ചെയ്ത് നോക്കാറില്ലേ? ഞാൻ വിശ്വസിച്ചോട്ടെ. എന്നാ സാറിന്റെ കുട്ടി സാർക്ക് ഒരു ആൻസർ പറഞ്ഞു തരുമോ? പ്രൊപ്പൈൻ ഇതറിയില്ല, ബാക്കിയൊക്കെ അറിയാല്ലേ. പ്രൊപ്പൈൻ റിയാക്ഷൻ ഡികമ്പോസ് ചെയ്തു, മീഥേൻ കിട്ടി, ബാക്കി എന്താണ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ അവിടെ ആരോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ഈ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാ. ഓക്കെ, സാരമില്ല, ശ്രദ്ധിക്കട്ടോ, സാർ പറഞ്ഞുതരാ. മോനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാറോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും ആളെ കിട്ടി കിട്ടി കിട്ടി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടിയവരുണ്ട്. കിട്ടിയവർ വേഗം പറഞ്ഞാലേക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാ. യെസ്, ഗുഡ്. അർച്ചന മോളെ ഒന്ന് ഓടി വന്നിട്ട് സാർക്ക് ആൻസർ പറഞ്ഞോണ്ടാ, ഉഷാറായിട്ട് വന്നേ. പറയൂ. പ്രൊപ്പൈന. ഇനി ഇവിടെ വരും പ്രൊപ്പൈന. പിന്നെന്താ ഇവിടെ ഡാഷ് എന്താന്നാ ചോദ്യം? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാ? അവിടെ ഫില്ല് ചെയ്ത് തന്നാ മതി. വേഗം പറഞ്ഞു. ഇത് പറയാൻ എത്രയും സമയം ഉണ്ടായതല്ലേ? ഓക്കെ, മക്കളെ ശ്രദ്ധിക്കണ. രണ്ടാളോട് ചോദിച്ചു, ബാക്കി കുറെ ആള് കിട്ടിയിട്ടുണ്ട്. പ്രൊപ്പൈൻ ആണ് മക്കളെ. പ്രൊപ്പൈൻ ലോങ് ഹൈഡ്രോ കാർബൺ ആയിട്ട് പരിഗണിക്കാം അല്ലെ. ലാർജ് ഹൈഡ്രോ കാർബൺസ് ആർ ഡികമ്പോസ്ഡ്, ആബ്സെൻസ് ഓഫ് എയറിൽ ഡികമ്പോസ് ചെയ്യാണ്. സാർ ഇതിന്റെ പ്രൊപ്പൈന്റെ മോളിക്കുലർ ഫോർമുല സ്ട്രക്ചർ ചെയ്തോട്ടെ. CH3 CH2 CH3. ഇതാണ് പ്രൊപ്പൈൻ. ഇവൻ ഡികമ്പോസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഒന്നും ഓർഗാനിക് കെമിസ്ട്രി അറിഞ്ഞില്ലെങ്കിലും എന്റെ മക്കൾക്ക് ഉത്തരം എഴുതാം. എന്താ? കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. അഡീഷൻ സബ്ട്രാക്ഷൻ പറഞ്ഞാൽ മതി. മെല്ലെ പറയാ, ആരും കേൾക്കണ്ട. ഇത് പ്രൊപ്പൈൻ ആണ്. അപ്പൊ ഈ പ്രൊപ്പൈൻ ഡികമ്പോസ് ചെയ്താൽ ഒന്ന് ആരാ? CH4 ആണ്. അത് സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. CH4 ആണ്. പ്ലസ് ഡാഷ് ആണെങ്കിൽ നോക്കിയടാ, 1 2 3. ഇവിടെ ഓൾറെഡി 3 കാർബൺ. ഹൈഡ്രോജൻ എത്രയാ? 3 + 3 6, 6 + 2 8 ആണ്. അപ്പൊ C3H8 ആണ് മോളിക്കുലർ ഫോർമുല. ശ്രദ്ധിക്കേ, ഇതുവരെ ഉത്തരം കിട്ടാത്ത ശ്രദ്ധിക്കുക. അതാ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ഉത്തരം ചെയ്യുന്ന സാധനമാണത്. ഇത് C3H8 ആണ്. ഈ C3H8 ഡികമ്പോസ് ചെയ്തില്ലേ മക്കളെ? ഡികമ്പോസ് ചെയ്തപ്പോ ഒന്നാരായിരുന്നു? CH4 ആയി അല്ലെ. അപ്പൊ എത്ര ബാക്കി ഉണ്ടായിരിക്കും? 3ൽ നിന്ന് 1 പോയാൽ 2. അപ്പൊ C2. ഇവിടെ എത്ര? H8 ഉണ്ടായിരുന്നില്ലേ? 8ൽ നിന്ന് 4 പോയപ്പോ ബാക്കി 8 -4. അപ്പൊ C2H4 എന്ന് വരും കേട്ടോ. C2H4. ഈ പ്രൊഡക്റ്റ് കിട്ടിയവരാരൊക്കെയായിരുന്നു? കിട്ടിയവര് 1 2 3. ഓക്കെ ഓക്കെ. ഇപ്പൊ മനസ്സിലായവരാരൊക്കെ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായ? യെസ്, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? ആരെങ്കിലും മനസ്സിലാവത്തില്ല റൈസാൻ ചെയ്തോ? സോറി, ഒന്നുകൂടി പറഞ്ഞുതരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എനിബഡി? നോബഡി നോബഡി നോബഡി. വെരി ഗുഡ്. അപ്പോ ലാർജ് ഹൈഡ്രോകാർബൺസ് ആർ സ്പ്ലിറ്റ്സ് ഇൻടു സ്മോൾ 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 ഹൈഡ്രോകാർബൺസ്. എടാ, സോ ദിസ് റിയാക്ഷൻ, ഈ റിയാക്ഷൻ നമ്മൾ പേര് പറയും. ആ പേര് ഈ ഉത്തരേന്ത്യർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അല്ലാത്തവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാനൊരു ക്ലൂ തരാം. TC എന്ന് നമുക്ക് ചുരുക്കി പറയാം. ആരാ TC? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയും കേട്ടോ. എന്താ പറയാ? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ പൈറോളിസിസ് എന്താ പറയാ? പൈറോളിസിസ്. അപ്പൊ രണ്ടുപേര് പറയാറുണ്ട്. ഒന്നുകിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ പൈറോളിസിസ്. സാറ് പറയുന്ന സമയത്ത് പുസ്തകം മറച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതും കിട്ടില്ല, ബുക്കിലുള്ളതും കിട്ടില്ല. അപ്പൊ ഓർമ്മയില്ലാത്തതാണെങ്കിൽ എന്റെ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് ഇനി രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള സമയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ കേട്ടോ. ബുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, പിന്നെ മറച്ചു നോക്കുക, കുഴപ്പമൊന്നുമില്ല. സാറ് പറയുമ്പോൾ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ജസ്റ്റ് ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് തെർമൽ ക്രാക്കിംഗ് ഓർ പൈറോളിസിസ് ആണല്ലോ. അപ്പൊ എന്താ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയാല്? ശ്രദ്ധിച്ചോ. when hydrocarbons അല്ലെങ്കിൽ ലാർജ് ഹൈഡ്രോകാർബൺസ് സ്പ്ലിറ്റ്സ് ചെയ്യുന്നു അല്ലെ, സ്പ്ലിറ്റ് ആവുകയാണ്, വിഘടിക്കുകയാണ്. ഇൻ ആബ്സെൻസ് ഓഫ് എയർ, എയറിന്റെ പ്രസൻസ് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഓക്സിജനുമായുള്ള റിയാക്ഷൻ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ ആബ്സെൻസ് ഓഫ് എയറിൽ ഹൈഡ്രോകാർബണുകൾ സ്പ്ലിറ്റ് ആയിട്ട് ചെറിയ 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 സ്മോൾ 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 മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് തെർമൽ ക്രാക്കിംഗ് ഓർ പൈറോളിസിസ്. കിട്ടിയ മക്കളെ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇനി തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH2 double bond CH2. CH2 double bond CH2. That is CH2 double bond CH2. It reacts with Cl2. It reacts with Cl2. A and B are formed.
A and B, sorry, A is formed. A and B വേണ്ട, A is formed. A is formed. What is A? A ഫോം ചെയ്യുന്നു. ആരാണ് A? ആരാ കുട്ടികളെ? A കിട്ടിയിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? സിമ്പിൾ ആണ്. ഈ റിയാക്ഷൻ നമ്മൾ പേര് പറയാം. ദിസ് റിയാക്ഷൻ ഡബിൾ ബോണ്ട് ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്, മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്യുന്നു. ഈ റിയാക്ഷൻ എന്താ പറയാ? ക്ലോറിൻ ചേരുന്നതുകൊണ്ട് ക്ലോറിൻ റിയാക്ഷൻ എന്ന് പറയാം, കോമൺ ആയി ഹാലോജനേഷൻ എന്ന് പറയാം, അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഒരു Cl വിടിയും ഒരു Cl വിടിയും കൊടുത്തു കഴിഞ്ഞാൽ CH2Cl എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. CH2Cl അല്ലേ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, മകളെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, സിംഗിൾ ആയിട്ട് മാറി, അല്ലേ? ഈ റിയാക്ഷൻ എന്താ പേര് പറയാ? അഡീഷൻ റിയാക്ഷൻ ആണ് കേട്ടാ. അഡീഷൻ റിയാക്ഷൻ ആണ്. ഹാലോജനേഷൻ എന്ന് പറയാറുണ്ട്, ക്ലോറിനേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓഡ് വൺ. CH4 C2H2 C2H6 C3H8. CH4 C2H2 C2H6 C3H8. ഇതിൽ നിന്ന് ആരാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെന്നാണ് ചോദ്യം. വിച്ച് വൺ ഈസ് ഓഡ് വൺ? അബ്ദുള്ളക്ക് ഉത്തരം കിട്ടിയില്ലേ? യെസ്, കിട്ടിയ. CH4 C2H2 C2H6 C3H8. ആരാണ് ഇതിലെ ഓഡ് വൺ? അജിയുടെ തൊട്ട് താഴത്തുണ്ട്. ആരാ? അരീന. ഐന. യെസ്. മോളെ, മോക്ക് ആൻസർ കിട്ടിയായിരുന്നോ? ഏതാ? വേഗം പറഞ്ഞേ. വെരി ഗുഡ്. വൈ? അപ്പൊ എങ്ങനെ നമ്മൾ ശരിക്കും അങ്ങനെ ആർക്കിന്നാണോ പറയാ? നോ. കോമൺ ആയിട്ട് നമ്മള് ഇത് എന്തടിസ്ഥാനത്ത് ആൽക്കീനാണോ അല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? സ്ട്രക്ചർ വരച്ചു നോക്കിയാലൊക്കെ അല്ലേ അത് ആൽക്കീനാന്ന് അറിയുള്ളൂ, അല്ലേ? പക്ഷെ ഒരു കാര്യം എന്താ അറിയോ? ഇവനും തമ്മിൽ ഒരു CH2 ഡിഫറൻസ് അല്ലേ? അല്ലേ? ഇവനും തമ്മിൽ ഒരു CH2 ഡിഫറൻസ് അല്ലേ? അങ്ങനെ ഒരു CH2 ഡിഫറൻസ് ആളുകൾ നമ്മൾ എന്താ മോളെ പഠിച്ചേ? അതെന്താ? ഹോമോലോഗോസ് സീരീസ് ആണ്. ആരാണ്? ഹോമോലോഗോസ് സീരീസ്. അപ്പൊ 3 ഹോമോലോഗോസ് സീരീസ് നമ്മൾ പഠിച്ചതായിരുന്നു. ആരാ? നമ്മൾ പറഞ്ഞത് തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ കൺസെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കേട്ടാ. ALKNES ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ഒരു ഹോമോലോഗോസ് സീരീസ് ആണ്. ആൽക്കീൻസ് എന്ന് പറയുന്നത് വേറെ ഹോമോലോഗോസ് സീരീസ് ആണ്. ആൽക്കൈൻസ് എന്ന് ആരാ? വേറെ ഹോമോലോഗോസ് സീരീസ് ആണ്, അല്ലെ? അപ്പൊ ഇതില് CH4ഉം C2H6ഉം C3H8ഉം ആൽക്കൈൻസ് ആണ്, സിംഗിൾ ബോണ്ടഡ് ആണ്, അല്ലെ? ഇവര് തമ്മിൽ ഒരു CH2 വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്താ? ഇവർ ഒരു ഹോമോലോഗോസ് സീരീസ് ആണ്, ഇവൻ വേറെ ഏതോ ഹോമോലോഗോസ് സീരീസ് ആണ്, അല്ലെ? അപ്പൊ മോൾ ഉത്തരം റൈറ്റ് ആണ്. വെരി വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ മകളെ, അപ്പൊ ഇത് കിട്ടിയല്ലോ. എന്നാ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റിലേക്ക് പോവാം. നിങ്ങളുടെ മെറ്റീരിയൽ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ബാക്കി നമുക്ക് ഇടയിലിടയിൽ വേറെ പറയാം. ഓക്കെ, ഇത്രയും കാര്യം പല ആളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എത്ര ആളുകൾക്ക് സ്വന്തമായിട്ട് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് കിട്ടിയുള്ളത് കൗണ്ട് ചെയ്യണം. നിങ്ങളെ മാർക്ക് കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഔട്ട് ഓഫ് 30 എത്ര മാർക്ക് നമുക്ക് കിട്ടും നോക്കാലോ കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ ഒരു തവണ വായിച്ചിട്ട് മനസ്സിലാവാത്തവര് ഒരു തവണ കൂടി വായിക്കണം. കാരണം പല ആളുകളും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാം ഷീറ്റ് കാണുമ്പോൾ നമ്മൾ ഫ്ലോറിൽ നിങ്ങളെ കാണുമ്പോൾ നല്ല മക്കളായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ പോലും തെറ്റിച്ചു വെച്ച മാർക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻ വായിക്കാത്തതുകൊണ്ടാണ്. എക്സാം സമയത്ത് പോലും നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. സിമ്പിൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തെറ്റിക്കാനുള്ള കാരണം ക്വസ്റ്റ്യനുമായുള്ള ബന്ധമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നന്നായിട്ട് മക്കൾ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം ബോയിലിംഗ് പോയിന്റ് എന്നാണ് ചോദ്യം. മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആർക്കാണ് എന്നുള്ളത് ആൻസർ കിട്ടിയിട്ടാവൂലോ? യെസ്, നോക്കട്ടെ ആരാ എനിക്ക് ഉത്തരം പറഞ്ഞു തരാടാ. ഏറ്റവും ആദ്യം കിട്ടിയ ആളാരാ നോക്കട്ടെ.
ആരും എന്നെ സഹായിക്കാനില്ലേ ഉത്തരം പറഞ്ഞോട്ട്? നമുക്ക് നോക്കാം. മക്കളെ ഞാൻ വീണ്ടും പറയുന്നു, തിയറി വായിച്ചു നോക്കിയിട്ട് ഉത്തരം ഇപ്പൊ പറയരുത്. കൺസെപ്റ്റ് നോക്കുക, മെമ്മറിയിൽ നിന്ന് എടുത്ത് എഴുതണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടിക്കോളന്നില്ല. നമുക്കൊരാളെ വേണമല്ലോ. ആന്റണി. ആന്റണീനെ 3 ക്ലാസ് മുന്നേ കണ്ടതാ ഞാൻ. ആന്റണി ഇവിടെ മോനെ, ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ? എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ? അപ്പോ അതന്നെയാണ്, ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഉഷാറില്ലേടാ? കീം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. കെമിസ്ട്രി വലിയ പ്രശ്നം തോന്നിയില്ല. ഫിസിക്സിനും ചെറിയൊരു ബുദ്ധിമുട്ട് കാണാനുണ്ട് അല്ലേ? അതോ 2 തവണ വായിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ അതില് ഉണ്ടാ? അതാ കുറെ കുട്ടികൾ പറഞ്ഞു, കുറെ മക്കൾ പറഞ്ഞു. ഓൺലൈനിലുള്ള കുറെ ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിനെ. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ ഉണ്ടായ വിഷയതാണ്, മാത്സിന്റെ വിഷയം ഉണ്ടായിരുന്നത്. സാരമില്ല, ഇനി വരുമ്പോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സമയം എടുത്തില്ല, ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിട്ട് എഴുതി പോയി അല്ലേ? അതാണ്. നോക്ക് മക്കളെ, മാത്സ് എന്ത് ചെയ്താലും പറ്റില്ല, കെമിസ്ട്രി മറക്കരുത് കേട്ടോ. കെമിസ്ട്രി ഫുൾ മാർക്ക് പഠിക്കണം. ഓക്കെ, എത്ര അറ്റൻഡ് ചെയ്തു? 132 അറ്റൻഡ് ചെയ്തു. മൈനസ് നോക്കിയോ? മൈനസ് മാർക്ക് നോക്കി, നെഗറ്റീവ് മാർക്ക് നോക്കിയായിരുന്നോ? ഇനി നോക്കണ്ട, ഇനി എന്തായാലും നമുക്ക് ഇത് മൊത്തം കഴിഞ്ഞിട്ട് നോക്കാം. അല്ലെങ്കിൽ യെസ്, നെഗറ്റീവ് അടിക്കണ്ട കേട്ടാ. സാരമില്ല, നമുക്ക് റിക്കവർ ചെയ്യടാ. നമ്മൾ അടുത്ത എക്സാം പൊളിക്കണം. ഓക്കെ, സെറ്റ്, പൊളിക്കണടാ. അപ്പൊ ആന്റണി സാറ് ആൻസർ പറഞ്ഞോണ്ടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മാക്സിമം വോളിയം? ഏതൊക്കെ മാക്സിമം വോളിയം വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ? വെരി ഗുഡ്, ഓപ്ഷൻ ബി ആണ്. ബി കിട്ടിയവർക്ക് ഹൈ പറഞ്ഞു നോക്കട്ടെ. എന്തുകൊണ്ടാണ് സാർ പറഞ്ഞുതരാം അറിയാത്തവർക്ക്. യെസ്, വെരി ഗുഡ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ബി ഈസ് ഹൈ. കാരണം ബിയുടെ പേരെന്ന് നോക്കിയേ, 1 2 3 4 5 കാർബൺ അല്ലേ? പെന്റൈൻ ആണ്, ലോങ് ചെയിൻ ആണ്. അപ്പൊ ലോങ് ചെയിൻ ആവുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റിൽ എന്ത് മാറ്റം വരുന്നു? ബ്രാഞ്ച് വരുമ്പോ എന്ത് മാറ്റം വരുന്നു? നോട്ട് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ, അറിയാത്തവരേട്ടോ നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻക്രീസസ്. അറിയാത്തവർക്ക്, അറിയുന്നവർ എഴുതണ്ട. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻക്രീസസ്. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ്. എന്ന് വെച്ചാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ്. അല്ലേ? അതിന് കാരണം എന്താ? ലെസ് സർഫസ് കോണ്ടാക്ട് ആയിരിക്കും. സർഫസുമായുള്ള കോണ്ടാക്ട് കുറവായിരിക്കും കേട്ടോ. അതൊക്കെ ചോദിക്കും, ചിലപ്പോൾ സെപ്പറേറ്റ് ക്വസ്റ്റൻ ചോദിക്കും. ലെസ് സർഫസ് കോണ്ടാക്ട്, സർഫസുമായുള്ള കോണ്ടാക്ട് കുറവായിരിക്കും. ഓക്കെ, ഇനി ലീസ്റ്റ് ബ്രാഞ്ച് പറഞ്ഞാൽ ആരായിരിക്കും? ചെയിൻ ആയിരിക്കും അല്ലെ? ലീസ്റ്റ് ബ്രാഞ്ച് പറഞ്ഞാൽ ബ്രാഞ്ച് കുറഞ്ഞാൽ അത് ആരെ? ചെയിൻ ആണ്. അപ്പൊ ചെയിൻ ആണെങ്കിൽ എന്താ? സ്ട്രേറ്റ് ചെയിൻ ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഹയർ ആയിരിക്കും കേട്ടോ. അപ്പൊ സർഫസുമായുള്ള കോണ്ടാക്ട് കൂടുതലായിരിക്കും, സർഫസ് ഏരിയ കൂടുതലായിരിക്കും കേട്ടോ. അപ്പൊ ചെയിൻ ആകുന്ന സമയത്ത്, കാർബൺ ചെയിൻ ആവുന്ന സമയത്ത്, ലോങ് ചെയിൻ ആവുന്ന സമയത്ത് സർഫസുമായി കോണ്ടാക്ട് ഉണ്ടാവും, സർഫസ് ഏരിയ ഹൈ ആയിരിക്കും. സർഫസ് ഏരിയ ഹൈ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഇവിടെ നമുക്ക് ബി ആണ്. കുറെ ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവർ ഓർത്ത് വെക്കണം കേട്ടോ, മറക്കരുത്. ഓക്കെ, ഇനി ഇത്തരം ക്വസ്റ്റ്യൻ തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇതെന്റെ മക്കള് ഉത്തരം ചെയ്തു തരും, വേഗം പറഞ്ഞു തരും. When a mixture of methane and oxygen is passed through and heated molybdenum oxide, the main product formed is. കിട്ടിയവര് കൈകൊണ്ട് കാണിച്ചേ. ഓപ്ഷനിലേക്ക് നോക്കരുത് കേട്ടോ മക്കളെ, പ്ലീസ്. നിങ്ങൾ ഓപ്ഷൻ അല്ല, നമ്മൾ ആൻസർ. ഞാൻ ഓപ്ഷൻ തരണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ നിങ്ങളെ ഒരു ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ഓപ്ഷൻ നോക്കുമല്ലോ. പക്ഷെ ഓപ്ഷൻ ഇല്ലാതെ പറ. ഏറ്റവും സിമ്പിൾ, ഏറ്റവും സിമ്പിൾ. മിക്സർ ഓഫ് മീഥൈൻ ആൻഡ് ഓക്സിജൻ ഈസ് പാസ്ഡ് ത്രൂ ഹീറ്റഡ് മോളിബ്ഡിനം ഓക്സൈഡ്, MoO3 മോളിബ്ഡിനം ഓക്സൈഡ് കേട്ടാ. പാസ് ചെയ്യാണ്. കിട്ടി, ഉത്തരം കിട്ടി.
ഒരാൾ കിട്ടി. യെസ്, വേഗം 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 ഉഷാറായിട്ട് വാ. ഉഷാറായിട്ട് സ്പീഡ് ചെയ്ത് തെറ്റിക്കണ്ടേ, സാർ അങ്ങനെയൊക്കെ പറയും. നമുക്കൊരാളെ വേണല്ലോ. സാന്ദ്ര ആൻസർ കിട്ടിയോടാ? ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? മോക്ക് കിട്ടിയോടാ? കിട്ടിയാ? ഇല്ല. ലോജിക്ക് മനസ്സിലായ? ലോജിക് ഇതിന്റെ ഐഡിയ മനസ്സിലായ? എന്താ മനസ്സിലായേ ഒന്ന് പറഞ്ഞേ. മീഥൈൻ ആണ് അല്ലെ? മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 അല്ലേ മോളെ? ഇറ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ അല്ലേ? നോർമലി ഈ ആളെ നിങ്ങൾ ഹൈഡ് ചെയ്തു, ഇത് മാറ്റി വെച്ചു വരിക. ആര്? MOO3 വേണ്ട. ഇതില്ലെങ്കിൽ എന്താ പ്രോഡക്റ്റ് വരിക? +H2 അല്ലെ? അപ്പൊ കാർബൺ ഡൈഓക്സൈഡ് വാട്ടർ ഫോം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ കമ്പഷൻ അല്ലാതിരിക്കാനാണ് ഇയാളെ തന്നിട്ടുള്ളത്. കത്താതിരിക്കാൻ, റിയാക്ഷൻ റേറ്റ് കുറയ്ക്കാനാണ് ഇയാളെ പറഞ്ഞത് അല്ലേ? അതിനാണ് ഇതിലൂടെ കടത്തിവിടാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ മോളെ പ്രോഡക്റ്റ് വരിക? വേഗം പറഞ്ഞ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലേ സാർ? ഇവിടെ എഴുതട്ടെ കാർബൺ. ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ ശരിക്കും നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? CH3 ആയിട്ട് മാറും. ഓക്കെ, ആ CH3 +H എന്ന രൂപത്തിൽ നിൽക്കും. ഇതും ഒരു ന്യൂക്ലിയോഫൈൽ, ഇതും ഒരു ന്യൂക്ലിയോഫൈൽ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? ഈ CH3 ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഇതിൽ നിന്ന് വരുന്ന ഒരു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഇവനും കൂടി ആരായിട്ട് മാറി? OH ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ? CH3OH. ആരാ CH3OH മോളെ? മെത്തനോൾ കേട്ടാ. അപ്പൊ മെത്തനോൾ കിട്ടി കേട്ടാ. അപ്പോ അവിടെ ബാലൻസ് ചെയ്യുമ്പോ ½ O2 വരാൻ പാടുള്ളൂ കേട്ടാ. ½ O2. CH4 + ½ O2 gives CH3OH. മീഥൈൽ ആൽക്കഹോൾ അഥവാ മെത്തനോൾ ഫോം ചെയ്തു, മറക്കരുത്. ഇതിന് ആവശ്യമായി സപ്പോർട്ട് ചെയ്താല് മോളിബ്ഡിനം ഓക്സൈഡ്. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് മെത്തനോൾ ഉണ്ട് കുട്ടികളെ? ഉണ്ടല്ലോ. മെത്തനോയിക് ആസിഡ്, എത്തനോൾ, മെത്തനോൾ. C ഓപ്ഷൻ കേട്ടാ. ഓപ്ഷൻ C ആണ്. അത് മനസ്സിലായോ? ഓക്കെ അല്ലേ? നോക്കട്ടെ, ശ്രദ്ധിക്ക്. ഇത് നേരെ മറിച്ച് ഓക്സിജനുമായുള്ള ഡയറക്റ്റ് റിയാക്ഷൻ വിത്തൗട്ട് MO3 ആണെങ്കിൽ കാർബൺ ഡൈഓക്സൈഡ് വാട്ടർ ആണ് ഫോം ചെയ്യുക. ഇവിടെ റിയാക്ഷൻ റേറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരെ ഉപയോഗിച്ചു? MO3 ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് കത്തുന്നതിന് പകരം എന്തായിട്ട് മാറി? ആൽക്കഹോൾ ആയിട്ട് മാറി കേട്ടോ. അപ്പൊ ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ? ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ എങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? യെസ്, റിയാക്ഷൻ CH3OH. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് വായിക്കുമ്പോഴേ നമ്മളെ C ഓപ്ഷൻ നോക്കി മക്കളെ. അല്ല, ബീനെ ഒന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ബി വേണ്ട സാറേ. ഓപ്ഷൻ സിയിലേ ബി ഒന്ന് ഒഴിവാക്കും. ബി വേണ്ട. HOMOLYSIS. സാറില്ല, കുഴപ്പമില്ല. മക്കള് ശ്രദ്ധിച്ചാൽ മതി. ഹോമോളിസിസ് ആണ്, ബി വേണ്ട കേട്ടാ. ഹോമോളിസിസ് അതില് മക്കളെ എഴുതി വെച്ചു, ഹോമോളിസിസ് ആക്കി. ഓക്കെ, photochemical chlorination of alkane is initiated by the process pyrolysis, substitution reaction, homolysis, peroxidation. നോക്കട്ടെ ആരാണ് എന്റെ മക്കൾ എനിക്ക് ആൻസർ തരിക നോക്കട്ടെ. ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ ഓഫ് ആൽക്കൈൻ. ഒരു ആൽക്കൈൻ എക്സാമ്പിൾ എടുക്കാം നമുക്ക് അല്ലേ? ഒരു ആൽക്കൈൻ സാറ് ഇവിടെ എടുത്തിരിക്കുന്നത് CH4 സിമ്പിൾ ആയിട്ടൊന്ന് എടുത്തു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ക്ലോറിനുമായി റിയാക്ട് ചെയ്യുന്നു. ടു ഗിവ്സ്. സാധാരണ കേസിൽ നമ്മൾ എന്താ പറയാ? എന്താ പ്രോഡക്റ്റ് വരിക? CH4 + Cl2 gives CH3Cl + HCl എന്നാണ് കിട്ടുക അല്ലേ? ഈ റിയാക്ഷൻ എന്താ പേര് പറയും മക്കളെ? CH4 + Cl2 gives CH3Cl + HCl. ഈ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ആരാണ്? വെയിറ്റ് ഉത്തരം എഴുതരുതട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ശരിക്ക്. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനേക്കാൾ കൂടുതൽ സാധ്യത ആർക്കാണെന്ന് പറയാൻ പറ്റുമോ? ആർക്കാ? A ആണോ, B ആണോ, C ആണോ, D ആണോ?
ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ബിയിൽ ഉറപ്പിക്കും. ഓക്കെ, ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അത് ഏതാണ് ഓപ്ഷൻ നോക്കട്ടെ. പൈറോളിസിസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹോമോളിസിസ് ഉണ്ട്, പെറോക്സൈഡേഷൻ ഉണ്ട്. കാരണം നടക്കുന്ന റിയാക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ CH3 ആണ്, കംപ്ലീറ്റഡ് അല്ല, ന്യൂക്ലിയോഫിൽ ആണ് അല്ലേ. അതിലേക്ക് ആര് അറ്റാച്ച് ചെയ്യുന്നു? Cl അറ്റാച്ച് ചെയ്യാണ് അല്ലേ. അപ്പൊ ഇവിടുന്ന് പോയിട്ടുള്ള Hഉം ഇതിലെ Cl കൂടിയാണ് HCl ഫോം ചെയ്തു. ഈ Clഉം സോറി ഈ CH3യും Cl കൂടിയായി അല്ലേ. രണ്ട് ന്യൂക്ലിയോഫിലുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്? കൂടിച്ചേരുകയാണ്. അങ്ങനെ ഒരേപോലുള്ള ന്യൂക്ലിയോഫിലുകളാണ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ മോസ്റ്റ് പോസിബിലിറ്റി ആർക്കാന്ന് പറയാൻ പറ്റുമോ? ഒരേപോലുള്ള സെയിം എന്ന വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപോലെയുള്ള എന്ന വേർഡ് അവിടെ എവിടെയെങ്കിലും കാണാനുണ്ടോ? പൈറോളിസിസ് പറയുന്ന ഡീകമ്പോസിഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഇത് റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പെറോക്സൈഡേഷൻ എന്ന് പറഞ്ഞാൽ പെറോക്സൈഡ് പ്രസന്റ് റിയാക്ഷൻ ആണ് അല്ലെ. അപ്പൊ ആരായിരിക്കും? ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോ സെയിം ആണ് കേട്ടാ. അപ്പൊ മോസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹോമോളിസിസ് ആണ്. ഓക്കെ ആണല്ലോ, മോസ്റ്റ് പോസിബിലിറ്റി ആണ്. നേരെ മറിച്ച് ഹോമോളിസിസ് ഇല്ലായിരുന്നെങ്കിൽ ആരാ? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടാ, അത് ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ബട്ട് ഹിയർ ദീസ് ആർ എന്താണ്? ഇതും ആരാ? ന്യൂക്ലിയോഫിൽ ആണ്, ഇതും ന്യൂക്ലിയോഫിൽ ആണ്. രണ്ട് ന്യൂക്ലിയോഫിൽ ഉള്ളത് കൊണ്ട് CH3Cl ഫോം ചെയ്തു, അറ്റാച്ച്മെന്റ് വന്നു കേട്ടാ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹോമോളിസിസ് എന്ന് പറയുന്നത്. ഹോമോളിസിസ് കേൾക്കാത്തവരുണ്ട് അല്ലേ? നോട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സെക്ഷനിൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. The alkane C6H10 producing OHC CH24 CHO. ഒരു 30 സെക്കൻഡ് സമയം കൊണ്ട് എന്റെ മക്കള് ആ ഇക്വേഷൻ എഴുതിയിട്ട് എനിക്ക് എന്ത് ആൻസർ പറഞ്ഞു തരണം. വേഗം നോക്കട്ടെ. സ്പീഡപ്പ്. ആൻസർ കിട്ടിയവർ പറഞ്ഞോളൂ കേട്ടോ. മക്കൾക്ക് തന്നിരിക്കുന്നതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം പ്രൊഡക്റ്റ് ആരാ? OHCCH2 4 times CHO. C6H10 പ്രൊഡ്യൂസിങ് അല്ലേ, ഇതായിട്ട് മാറുന്നു. 1 2 5 6 C6. ഓക്കെ, മകളെ റെഡി അല്ലേ? കിട്ടി. യെസ്, നമുക്ക് നോക്കിയാലോ. ആൻസർ കിട്ടിയിട്ടുണ്ട്. ആരാ? ബെറ്റി സാറാ മോളെ ഓടി വന്നടാ. ആൻസർ കിട്ടിയോ? എന്തോ ഒരു കഷ്ട. ചില ആളുകളെ തലേൻ്റെ ഉള്ളിൽ പുകയൊക്കെ പോണു കേട്ടോ, ചിന്തിച്ചിട്ട്. എന്തുവാടാ ഇതൊക്കെ? വേഗം വന്നേ. ആരാ? അന്ന വർഗീസ്. അന്ന മോളെ, സാറിന്റെ കുട്ടിക്ക് ആൻസർ കിട്ടിയായിരുന്നോ? കിട്ടിയില്ല? ഷോടാ, നോക്കി C6H10 അവിടെ തന്നിട്ടില്ലേ അല്ലേ? ആ C6H10 ആരാ നോക്കിയാ പോലെ. C6H10 എന്ന് പറയുന്ന ആൽക്കൈനാണ് എന്തായിട്ട് മാറി? ഇതായിട്ട് മാറുന്നത് അല്ലേ? കാരണം എന്താ? C6 നോക്കിയടാ, കൗണ്ട് ചെയ്തോ. 1 ഇവിടെ 1 × 4 4 4 + 1 5 5 + 1 6. അവിടെ C6 ആണ്. H1 ഇവിടെ 8 8 + 9 + 1 10 H10 കേട്ടാ. ഇതാണ് എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ആയി നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും.
C6H10 എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ് ഇങ്ങനെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നത്. ഈ സാധനം എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതെന്താ മനസ്സിലായ? ഇവിടെ ഒരു CHO ഉണ്ട്, ഇവിടെ ഒരു CHO ഉണ്ട് അല്ലെ? ആരാ CHO എന്ന് പറയുന്നത്? ആരാ ആൽഡിഹൈഡ് ആണ്. ഡൈ ആൽഡിഹൈഡ് എന്നാണ് ഇതിന്റെ പേര് പറയാം കേട്ടോ. രണ്ട് ആൽഡിഹൈഡുകൾ അറ്റാച്ച് ചെയ്തു ഡൈ ആൽഡിഹൈഡ് എന്ന് പേര് പറയും. ഡൈ ആൽഡിഹൈഡ്. ഓക്കെ, ഇനി പറ, സാറോട് പറ കിട്ടുന്ന ആൻസർ എന്താന്നുള്ളത്. കേക്കട്ടെ, പറ, നീ പറടാ. സാറില്ല, സാറ് പറഞ്ഞുതരാം കേട്ടോ, കുഴപ്പമില്ല. നോക്കിയ മക്കളെ, എന്താ ചെയ്യേണ്ടത്? C6. ചില ആരെങ്കിലും ഈ C6H10 ഒന്ന് വരച്ചു നോക്കിയിട്ടായിരിക്കും. കാരണം ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്, C6H10 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ C6H10 ആരാന്ന് മാത്രം നോക്കിയാൽ മക്കൾക്ക് ഉത്തരം കിട്ടും അല്ലേ? അതിൽ നിന്നാണ് ആൽഡിഹൈഡ് മാറുന്നത്. ഓക്കെ ആണല്ലോ? കാരണം എന്താ, ഈ സംഭവം ശരിക്കും നടക്കുന്ന റിയാക്ഷൻ എന്താ അറിയോ? C6H10 എന്ന് പറയുന്നത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? O3 റിയാക്ട് ചെയ്യും. ആരുമായിട്ടാണ്? ശ്രദ്ധിക്കട്ട, O3. ആരാ O3 എന്ന് പറഞ്ഞാൽ? ഓസോണുമായി റിയാക്ട് ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് വാട്ടർ. സിങ്കിന്റെയും വാട്ടറിന്റെയും പ്രസൻസ് നോക്കിയേ. സിങ്ക് ആൻഡ് H2O പ്രസൻസിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? O3 റിയാക്ട് ചെയ്യുന്നു, ഓസോണുമായി. അങ്ങനെയാണ് ഈ സംഭവം ഫോം ചെയ്യുന്നത്. ആരാ റിയാക്ട് ചെയ്യുന്ന അറിയോ? C6H10. അപ്പൊ C6H10 എന്ന് പറയുന്ന സംഭവമാണ് O3 റിയാക്ട് ചെയ്ത് എന്റെ മക്കൾക്ക് ഈ പ്രോഡക്റ്റ് തന്നത്. കിട്ടിയ മക്കളെ? ഇനി ആരാണ് ഈ C6H10 എന്നാണ് ചോദ്യം. ആരാണ് C6H10? C6 അല്ലെ? 6 കാർബൺ വന്നാൽ ആരൊക്കെ പറഞ്ഞുതരാ? 6 കാർബൺ വന്നാൽ the last one, first one. Who? Yes. നെഹല കുടുങ്ങി. നെഹല വേഗം പറയടാ മോളെ, ഇത് പറഞ്ഞാ മതി സാർക്ക്. C6H10 ആരാ? C6 ആരാ? ശബ്ദത്തിൽ പറ. എടാ, ഒരു കോമ്പൗണ്ട് പിന്നെ 6 കാർബൺ. ഞാൻ വരയ്ക്കുന്നത് ശരിയാണെങ്കിൽ പറയണേ. 1 2 3 4 5 6 ശരിയല്ലേ? അല്ലേ? ശരിയാണല്ലേ, ഉറപ്പാണ്. ഒന്നുകൂടി നോക്കിയടാ. ഇനി H കൊടുക്കുമ്പോ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, സാരമില്ല, ആരോടും പറയണ്ട. ഇതെങ്ങനെ വരെ അറിയോ? C6 എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചോ. 1 കാർബൺ 2 കാർബൺ 3 കാർബൺ 4 കാർബൺ 5 കാർബൺ, ഇങ്ങോട്ട് പാടാ 6 കാർബൺ. കണ്ട? ഇതാരാ? ഇപ്പൊ ഇതാരാ? ഇത് ബെൻസീനാ? ഇത് ബെൻസീനാ? നോക്കിക്കോ, ഇനി H ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 എന്നാ പണ്ട് പഠിച്ചേ. ഇവിടെ സാറ് H10 തന്നിട്ടുണ്ട്. ഇത് ബെൻസീനാ? എന്തുവാണ് ഇതൊക്കെ? ഓക്കെ, സാറില്ല കേട്ടാ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു H കൊടുക്കാം, ഇവിടെ ഒരു H കൊടുക്കാം, ഇവിടെ ഒരു H കൊടുക്കാം. H കൊടുത്തു, H കൊടുത്തു, H കൊടുത്തു. 6 എണ്ണം പോയി. ഇനി 4 കൂടി ബാക്കിയുണ്ട് അല്ലേ? സാർ ഇവിടെ H കൂടിയും കൊടുത്തു. അപ്പൊ നോക്കിയടാ, 1 2 3 4 ആയി. 1 2 3 4 ആയി. ഇവിടെ കൂടി കൊടുത്താലോ? 1 2 3 4 ആയി. ഇപ്പൊ എത്രയായി? 1 2 3 4 5 6 7 8 ആയി അല്ലേ? 9 ആയി. ഇനി എവിടെ കൊടുക്കാൻ പറ്റുക? ഇവിടെ കൂടി കൊടുക്കുന്നു. അപ്പൊ 10 ആയല്ലോ. പക്ഷെ ഇവിടെ ഇനി വേണ്ടേ? ഇവിടെ നമ്മളൊരു ഡബിൾ ബോണ്ട് കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ വരുന്ന കോമ്പൗണ്ട് എന്താ പേര് പറയാൻ നമുക്കറിയോ? ആലോചിക്കേ. ഈ സമൂഹത്തെ മോള് ബെൻസീൻ പറഞ്ഞു, ബെൻസീൻ എല്ലാ സാറും പറഞ്ഞു. അപ്പൊ അതാരായിരിക്കും? 6 കാർബൺ. അതാരാ? ഹെക്സൈൻ ആണ്. ആരാണ്? ഹെക്സൈൻ. പക്ഷെ അത് ഏത് മോഡലാ? സൈക്ലിക് മോഡലാണ്. അപ്പൊ എന്താ പറയാ? സൈക്ലോ ഹെക്സൈൻ. സൈക്ലോ ഹെക്സൈൻ. ഓക്കെ, ആ സൈക്ലോ ഹെക്സൈനിൽ എന്ത് വന്നു? ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ ആരാ? സൈക്ലോ ഹെക്സീൻ. ആരാണ്? സൈക്ലോ ഹെക്സീൻ. മനസ്സിലായോ? ഈ സൈക്ലോ ഹെക്സീൻ എന്ന് പറഞ്ഞ ഏത് ഗ്രൂപ്പാ? മനസ്സിലായോ? സൈക്ലോ ഹെക്സീൻ അലിസൈക്ലിക് ആണ്. ആരാണ്? അലിസൈക്ലിക്. അരോമാറ്റിക് അല്ല. അരോമാറ്റിക് മോൾ ആദ്യം പറഞ്ഞ ബെൻസീൻ ആണ്. ഇത് അലിസൈക്ലിക് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്തായിരുന്നു? മറക്കരുത്. ഇതിന്റെ പേരെന്താ? സൈക്ലോ ഹെക്സൈൻ. നമ്മുടെ ഓപ്ഷൻ സാധനം ഉണ്ടോ? ഓപ്ഷൻ കാണാണ്ടോ മക്കളെ എവിടെയെങ്കിലും? എവിടെയാ? യെസ്, ഓപ്ഷൻ സി, സൈക്ലോ ഹെക്സൈൻ. സോറി, ഹെക്സീൻ കേട്ടോ. സൈക്ലോ ഹെക്സീൻ മനസ്സിലായെങ്കിൽ മാത്രം അടുത്ത ക്വസ്റ്റിലേക്ക് പോകുള്ളൂ. നമുക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്, വെരി ഗുഡ്.
അപ്പൊ ശ്രദ്ധിക്കണം, സ്ട്രക്ചർ നോക്കണം, മോളിക്കുലർ ഫോർമുല നോക്കണം. ഒറ്റയടിക്ക് വിളിച്ചു പറയുന്നത് പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, ആൻസർ എഴുതി പുറത്തേക്ക് ഇറങ്ങി കേട്ടാ. ഞാൻ പുറകിൽ ഒന്ന് ചോദിക്കും, ശരിയാണോ എന്ന് ചോദിക്കേണ്ടി വരും. ചെറിയ ചെറിയ അശ്രദ്ധകളാണ് നിങ്ങളുടെ മാർക്ക് പോണത്. ഇപ്പൊ മോക്ക് അറിയാമായിരുന്നിട്ട് പോലും ഉത്തരം തെറ്റിയപ്പോ ശരിക്കും 4 മാർക്ക് മൈനസ് ആയില്ലേ, സോറി 1 മാർക്ക് മൈനസ് ആയില്ലേ? ഉണ്ടാവരുതേ, ശ്രദ്ധിക്കണ്ട. അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ നോക്കിക്കോളൂ. ഈ റിയാക്ഷൻ പറഞ്ഞ പേര്, ഇപ്പൊ കഴിഞ്ഞ റിയാക്ഷൻ പേര് ഓസോണലൈസിസ് കൂടിയാണ് കേട്ടാ. ഓസോണലൈസിസ് എന്നാണ് O3 റിയാക്ഷൻ. ഓസോണലൈസിസ് അതുകൂടി നോട്ട് ചെയ്യണം, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികൾ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചടാ. നമ്മൾ കേൾക്കാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അത് പക്ഷേ അത് സ്പീഡിൽ പോവില്ല, പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ച് സാറ് പോവുള്ളൂ. ഓക്കെ ആണല്ലോ മക്കളെ? നോക്കി, CH3 ഒരു R എന്നിട്ടുണ്ട്, റാഡിക്കൽ ഏതോ ആയിക്കോട്ടെ. CH ഡബിൾ ബോണ്ട് CH2 ഇൻ പ്രസൻസ് ഓഫ് NaNH3 സോഡിയമൈഡ്, സോഡിയത്തിന്റെയും അമോണിയയുടെയും പ്രസൻസിൽ അയഡിൻ ഒക്കെ ഉണ്ട് അല്ലെ, റിയാക്ട് ചെയ്യുന്നു. എന്ത് വന്നു? CH2 CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തു. ഈ റിയാക്ഷനെയാണ് 1 2 3 4 4 പേരുകളായിട്ട് പറയുന്നുണ്ട്. ആ 4-ൽ ഏതാണ് എന്നാണ് അറിയും. ഇതില് ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം, സിയും ഡിയും അറിയാത്തവരുണ്ടായിരിക്കും അല്ലേ. എ കേട്ടിട്ടുണ്ട്, ബി കേട്ടിട്ടുണ്ട്, പക്ഷെ സിയും ഡിയും കേൾക്കാത്തവരുണ്ടായിരിക്കും. ഉണ്ടല്ലോ? ഉണ്ട് കേട്ടിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? ജിയമോള് കേട്ടു, ഒക്കെ കേട്ടു എന്നാ പറഞ്ഞത്. ജിയ 4 കേട്ടു അല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലേ? ഓക്കെ, നോക്കിയാടാ, എനിക്ക് ആരാ ആൻസർ പറഞ്ഞുതരാ? ശ്രേയ മോളെ ഒന്നുകൂടി വന്നേ. ഓക്കെ, പേജ് എടുത്ത ഇപ്പുറത്ത് അവിടെ കിടന്നു. ശ്രേയ മോളെ, ഫസ്റ്റ് റിയാക്ഷൻ മോള് കേട്ടിട്ടുണ്ടോ? ക്ലെമൻസൺ റിഡക്ഷൻ കേട്ടിട്ടുണ്ടോ? എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ? സാർക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഓർമ്മയുണ്ടോ? കാർബണൈൽ ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടോ? കാർബണൈൽ ഗ്രൂപ്പ്, കാർബണൈൽ കേട്ടിട്ടുണ്ടോ? ആരാ കാർബണൈൽ? CO ഗ്രൂപ്പ് പറ. CO ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടോ? ആരാ? കീറ്റോൺ അല്ലേ? ആ കീറ്റോണിക് ഗ്രൂപ്പ് സിങ്ക് മെർക്കുറിക് അമാൽഗത്തിന്റെ പ്രസൻസിൽ, ആരുടെയാണ്? സിങ്ക് മെർക്കുറിക് അമാൽഗത്തിന്റെ പ്രസൻസിൽ കോൺസെൻട്രേറ്റ് HCl-യുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൻസ് ആയിട്ട് മാറും. വേണമെങ്കിൽ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. CH3 CO CH3 അല്ലേ? It is reacts with the presence of zinc and mercuric amalgam. ആരാണ്? സിങ്ക് മെർക്കുറിക് അമാൽഗം കേട്ടാ. ഈ സിങ്ക് മെർക്കുറിക് അമാൽഗത്തിന്റെ പ്രൊസസ് റിയാക്ട് ചെയ്യുന്നു ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl പ്രൊസസ് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു CH3 CH2 CH3. ഇതാണ് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലെമൻസൺ റിഡക്ഷൻ എന്നാണ് എന്ന് പറയാം. ക്ലെമൻസൺ റിഡക്ഷൻ. ഓക്കെ, സോ ഇതാണോ ബോർഡിൽ തന്നിരിക്കുന്ന റിയാക്ഷൻ മക്കളെ? ആണോ? അല്ല. അപ്പൊ എന്റെ മക്കൾ ഓർമ്മയിൽ വേണം, എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ വേണം? കാർബണൈൽ ഗ്രൂപ്പിൽ നിന്ന് ആൽക്കൈൻസ് ഫോം ചെയ്യാണ് കേട്ടാ. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് മെർക്കുറിക് അമാൽഗം. മെമ്മറിയിൽ ഉണ്ടാവണം, സിങ്ക് മെർക്കുറിക് അമാൽഗം. ഓക്കെ, അപ്പൊ ഇതല്ലല്ലോ മോളെ? അല്ലല്ലോ? ഇങ്ങനെയാണോ ബോർഡ് തന്നിട്ടുണ്ട്? അല്ലല്ലോ? അല്ല. ഓക്കെ ഓക്കെ, രണ്ടാമത് നോക്കിയടാ, വോൾഫ് ക്രിസ്റ്റൽ റിഡക്ഷൻ ആണ് അല്ലെ. അതും എന്താണ്? CH3 CO CH3 എന്ന് പറയുന്നത് ആരാ? കീറ്റോണിക് ഗ്രൂപ്പ് അഥവാ കാർബണൈൽ ഗ്രൂപ്പാണ്. ഇത് NH2 NH2 ഡയമീൻസുമായി റിയാക്ട് ചെയ്യാണ്. ആരാണ്? ഡയമീനുമായി റിയാക്ട് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് KOH. ആരാ KOH? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CH3 കിട്ടും. കണ്ടോ? ഇതും ഒരു ആൽക്കൈഡ് പ്രിപ്പറേഷൻ ആണ്. ഇതിനെ പറഞ്ഞ പേരാണ് വോൾഫ് ക്രിസ്റ്റൽ റിഡക്ഷൻ എന്ന് പറയും. എന്താ പറയാ? വോൾഫ് ക്രിസ്റ്റൽ റിഡക്ഷൻ അല്ലേ. ഇനി എന്റെ മക്കൾ കേൾക്കാത്ത രണ്ട് പേരുകളാണ് അവിടെ കാണാനുള്ളത്. ഒന്ന് ബിർച്ച് റിഡക്ഷനും മറ്റൊന്ന് എന്താണ്? ആർനെറ്റ് എയിൻസ്റ്റഡ് റിഡക്ഷൻ എന്ന് പറയും കേട്ടോ. ആ പേരുകൾ പറയരുത്, സ്പെല്ലിംഗ് വായിച്ചാൽ മതി, ബുദ്ധിമുട്ടാവും. ഓക്കെ,
ആ റിഡക്ഷൻ എന്താന്ന് കേട്ടിട്ടുണ്ടോ? അതിന് സി അവിടെ നിൽക്കട്ടെ. ഡി റിയാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഡി റിയാക്ഷൻ എന്ന് പറയുന്നത്? എന്താ? കാർബോക്സിലിക് ആസിഡ്. കേട്ടോ, ഒരു എക്സാമ്പിൾ സാർ പറയാം. CH3COOH. ഒപ്പം എഴുതി പോവല്ലേ, മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. CH3COOH കാർബോക്സിലിക് ആസിഡ് ആണ്. ഈ കാർബോക്സിലിക് ആസിഡ് നമ്മൾ കേട്ട സാധനം ഉണ്ടല്ലോ, തയോണൈൽ ക്ലോറൈഡ്, SOCl2. ആരാ? തയോണൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തുകൊണ്ട് എന്താണ് മാറുന്ന അറിയോ? CH3COCl ആയിട്ട് മാറും. കേട്ടോ, അസറ്റൈൽ ക്ലോറൈഡ് CH3COCl ആയിട്ട് മാറും. അസൈൽ ക്ലോറൈഡ് കേട്ടോ ആയിട്ട് മാറും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആ ഡി പേര് വായിക്കുക കേട്ടോ. അപ്പോ കാർബോക്സിലിക് ആസിഡുകൾ തൈറൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുന്നുണ്ട്. അസൈൽ ക്ലോറൈഡ് ഉണ്ടാവുന്നതാണ് എവിടെ പഠിച്ചത് നമ്മള് ഡി റിയാക്ഷൻ. ആ ഡി റിയാക്ഷൻ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി ബാലൻസ് ഇപ്പൊ ആരാ ഉള്ള? ഏതൊക്കെയാടാ? സി ആണല്ലോ ഉള്ളത് അല്ലേ? അപ്പൊ സി എന്താണ്? ബിർച്ച് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കൈൻസ് ഫോം ചെയ്യുന്നു കേട്ടോ. ആൽക്കീനുകളിൽ നിന്ന് ആൽക്കൈൻസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ പറഞ്ഞവരാണ് എന്ത് പറയാ? ബിർച്ച് റിഡക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ഈ മൂന്നെണ്ണം നോട്ട് ചെയ്ത് വെക്കുക. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് ഡി ആണ്. അപ്പൊ സി ആണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കേട്ടോ. ആൽക്കീനുകളിൽ നിന്ന് ഡയമീൻ, സോഡിയം അമോണിയ അല്ലെ, അമോണിയയുടെ അഥവാ സോഡാമൈഡിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു? ആൽക്കൈൻസ് ഫോം ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആൽക്കൈൻസ് ഫോം ചെയ്യുന്നു. ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? ബിർച്ച് റിഡക്ഷൻ എന്ന് പറയാം കേട്ടോ, മറക്കരുത്. ബിർച്ച് റിഡക്ഷൻ. അപ്പോ ഇതുപോലെ 4 റിയാക്ഷൻ കൂടി, അല്ലാതെ ഓപ്ഷൻ എ ആണെങ്കിൽ എ മക്കളെ മാർക്ക് ചെയ്തോന്ന് പറഞ്ഞു പോകണ്ട. നമ്മൾ 4ഉം ഓർത്ത് വെച്ചിട്ട് വേണം പോവാന്. ഇപ്പൊ നിങ്ങൾക്ക് എന്തായി? ഇതിൽ ഏത് ക്വസ്റ്റ്യൻ മാറി വന്നാലും എന്റെ മക്കൾക്ക് ഉത്തരം എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ? കിട്ടിയല്ലോ, ഓരോ റിയാക്ഷൻ കിട്ടിയല്ലോ, ഓർമ്മ വെച്ചാൽ വന്നില്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണ് സാർ അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കോളൂ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് എന്റെ മക്കൾ സാർ തന്നിരുന്നത് കേട്ടാ. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും പറയുന്നുണ്ട്, കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കണം. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞു തരും കേട്ടോ. നിർത്തിപ്പോരുത്. കാരണം അത് മതി അത്ര വിചാരിക്കരുത്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ സാറോട് ഒന്നുകൂടി ചോദിക്കാമായിരുന്നു എന്ന് വിചാരിച്ചിരിക്കണ്ട. സാർ 1 more ടൈം പ്ലീസ് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയും. ഈ മലയാളത്തിൽ പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ആക്ഷൻ ഓഫ് RMgX വിത്ത് വിനൈൽ ക്ലോറൈഡ്സ് അല്ലെ? എന്ത് സിമ്പിൾ ആയ ക്വസ്റ്റ്യനാ. വിനൈൽ ക്ലോറൈഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഞാൻ രാവിലെ നേരത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ് വിനൈൽ ക്ലോറൈഡ് പരിചയപ്പെടുത്തിയേ? ഇത് നമുക്ക് ആവശ്യം വരുന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലെ? നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആരാ വേണ്ടേ? നോക്കട്ടെ ആരാണ് ഉഷാറായിട്ട് ആൻസർ ചെയ്യാന്നിരിക്കണം. നോക്കട്ടെ. നാഫിയയുടെ കണ്ണൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ട് പ്രോബ്ലം ചെയ്തിട്ടാ. നമുക്ക് മനസ്സിലായില്ലടാ അതുവരെ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്ത 5 പ്രോബ്ലം, അതിന് മുമ്പ് ചെയ്ത 12 പ്രോബ്ലം കിട്ടിയല്ലോ. സെറ്റ് അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഓക്കെ അല്ലേ? നോം വിശ്വസിച്ചോട്ടെ. ഓക്കെ എന്നാ സാറ് കുട്ടിയൊന്ന് വായിച്ചേടാ. ആക്ഷൻ ഓഫ് RMgX വിത്ത് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയുണ്ടോ വിനൈൽ ക്ലോറൈഡ്? സമാധാനം. PVC ഉണ്ടാക്കാൻ ആവശ്യമായ മോണോമർ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതുക സാർ? എങ്ങനെ എഴുതണ്ടേ? CH2 എഴുതട്ടെ, ഡബിൾ ബോണ്ട് എഴുതട്ടെ, CH എഴുതിയിട്ട് ഒരു CH ഇതല്ലേ വരിക? അപ്പൊ CH2 ഡബിൾ ബോണ്ട് CHCl ആണ് വിനൈൽ ക്ലോറൈഡ്. ഇറ്റ് ഈസ് റിയാക്ട്സ് വിത്ത് ആരാ? RMgX. അത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ മോളെ. ആരാ? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആരാണ്? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. അതിന്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. മറക്കരുത് കേട്ടോ. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കുമ്പോ CH3MgBr എന്ന് കൊടുക്കട്ടേടാ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാൻ ഇവിടെ ഗീവ്സ് കൂടി ഇടണ്ടേ. ഇനി ബാക്കിന്റെ കുട്ടി പറഞ്ഞിരിക്കും. വേഗം പറ. സിമ്പിളാണ്. നടക്കുന്ന റിയാക്ഷൻ മാത്രം ആലോചിച്ചാൽ മതി. ആരുമായി റിയാക്ട് ചെയ്യും ആലോചിച്ചാൽ മതി. പറഞ്ഞു.
CH3 ഇതില് എന്താ സംഭവിക്കാൻ നോക്കിയാൽ ഇതിലേക്ക് മെഗ്നീഷ്യം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലെ. എന്താ അടിപൊളിയായിട്ട് റിയാക്ഷൻ നടക്കും നോക്കിയേ. ഇവിടെ 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 എന്ത് നടക്കുന്നു, ഇപ്പുറത്തൊന്ന് നടക്കുന്നു നോക്കിയാൽ മതി. ഈ CH3 എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ CH3 ഇല്ലേ, ഈ CH3 എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലാണ് അല്ലെ. ഇവരെന്താ ചെയ്യാറിയോ, ഇതിലേക്ക് നോക്കും. ശ്രദ്ധിക്കട്ടെ മക്കളെല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കോമ്പൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്ലോറിൻ ഇവിടെ അല്ലേ, അപ്പൊ ഇത് ആൽഫ കാർബൺ അല്ലേ മക്കളെ, ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ഈ ബീറ്റ കാർബണിൽ നിന്ന് ഒരു എച്ചിന് അങ്ങാട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. ഈ ബീറ്റ കാർബണിൽ നിന്ന് ഒരു എച്ചിനെ കൊണ്ടുപോയി. എന്നിട്ട് ആർക്ക് കൊടുക്കും? ഈ CH3 കൊടുക്കും. അപ്പൊ ഇവിടുന്ന് കിട്ടിയ എച്ചും ഈ CH3 കൂടി ആയാൽ പ്രോഡക്റ്റ് സാർ ഇവിടെ എഴുതാട്ടോ. ആരായി? CH4 ആയോ. അപ്പൊ ഒരു പ്രോഡക്റ്റ് കിട്ടി, CH4 കിട്ടി അല്ലെ മക്കളെ. അപ്പൊ ഇനി ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടുന്ന് ഒരു എച്ച് പോയാൽ CH ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇവിടെ കടന്നോട്ടെ, ഇവിടെ ഒരു CH ഉണ്ട് അല്ലെ. ഈ Cl എന്തുകൊണ്ടുപോകും? ആരെ കൊണ്ടുപോകും? Cl ആരെ Cl കൊണ്ടുപോകാം? Mg കൊണ്ടുപോകും അല്ലെ ഇല്ലേ. അപ്പൊ MgCl2 എന്ന് വരും അല്ലെ. പിന്നെയോ വീണ്ടും MgBr. അതൊന്നും ആയിക്കോട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ഈ ചെങ്ങായിട്ട് പോയി കിട്ടി. ആര് പോയി? ഈ ക്ലോറിൻ പോയി. ക്ലോറിൻ പോയപ്പോ ഇത്രയും ഒരു കാർബണും ഇവിടെ, ഒരു കാർബൺ ഇവിടെയുണ്ട്, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ എന്തായിട്ട് മാറും? കാർബണിന്റെ ബാലൻസ് 4 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ബോണ്ട് കൂടി ആഡ് ചെയ്യേണ്ടി വരില്ലേ അല്ലെ. അപ്പൊ എന്തായി? CH ട്രിപ്പിൾ ബോണ്ട് CH ആവില്ലേ മക്കളെ അല്ലെ. CH ട്രിപ്പിൾ ബോണ്ട് CH ആരാ? CH ട്രിപ്പിൾ ബോണ്ട് CH ആരാ? ആൽക്കൈൻ അല്ലേ. ട്രിപ്പിൾ ബോണ്ട് കേട്ടോ, ആൽക്കൈൻ. ഓപ്ഷൻ ഏതാ വന്നേ നോക്കിയേ? ബി ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിരുന്നു? ആദ്യം കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? യെസ്, 1 2 3 ആരുമില്ല. ഓക്കെ, കിട്ടിയിരുന്നു അല്ലേ? മോക്ക് കിട്ടിയിരുന്നു അല്ലേ? ഗുഡ്സ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? ഗ്രിഗ്നാറ്റ് റിയാക്ടന്റുമായി ആൽക്കൈൽ ഹാലൈഡ് അഥവാ നമ്മുടെ ധാരായിരുന്നു വിനൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് എച്ചിനെ റിമൂവ് ചെയ്തു അല്ലേ. ഇത് ശരിക്കും എന്താ സാധനം മക്കളെ? എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഓർത്തോട്ടോ, എലിമിനേഷൻ ആണ്. ഒരിക്കൽ കൂടി പറയാം, ബീറ്റ കാർബൺ എന്നാണ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയാ? ബീറ്റ എലിമിനേഷൻ കൂടി പറയാം കേട്ടോ. ബീറ്റ എലിമിനേഷൻ മക്കൾ നോട്ട് ചെയ്യണം. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. സ്വന്തമായിട്ട് ഉത്തരം കിട്ടാത്തതുകൊണ്ട് സങ്കടം തോന്നണ്ട. ഇനി ഇതേ ടൈപ്പ് ചോദിച്ചിട്ട് ഞങ്ങൾ ചെയ്യും കേട്ടോ. ഓക്കെ മക്കളെ, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് പറഞ്ഞ റിയാക്ഷൻ ആണ്, ഇന്ന് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ എന്റെ മക്കൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം പറയാൻ പറ്റും. വെരി ഗുഡ്. ഓക്കെ, നമുക്കൊരാള് വേണം, ഇതുവരെ വിളിക്കാത്ത ഒരാള്. യെസ്, ഐറിൻ. ഐറിൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ മുന്നത്തെ ക്ലാസ് കണ്ടതാണ് അല്ലേ. കഴിഞ്ഞ മുന്നത്തെ ക്ലാസ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു? ഓർമ്മയുണ്ടാ? ഇല്ല, ഒരു ക്ലാസ് ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? ഇല്ല. അത് ഈ പറയാൻ വേണ്ടിട്ട് എന്നോട് ചോദിച്ചേട്ടാ. ഓക്കെ മോളെ, മോൾ ക്വസ്റ്റ്യൻ വായിച്ചോ. എന്താണ് മോളെ ഈ റിയാക്ഷൻ നമ്മൾ പറയാറ്? നമ്മൾ പഠിച്ച പറ. അതിൽ എയും ബി ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പഠിച്ച റിയാക്ഷൻ എന്തായിരുന്നു? ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലയോറാ? എന്തായിരുന്നു? ആൽക്കീൻസ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. എന്റെ മോളിക്ക് കാറ്റലിസ്റ്റ് 3 കാറ്റലിസ്റ്റ് നേരത്തെ തന്നതെന്ന് ചോദിച്ചപ്പോ നിക്കലും പ്ലാറ്റിനും പലേഡിയം ഒരു മോള് തന്നിരുന്നു അല്ലെ. അപ്പോ ആൽക്കീൻസ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്
ടു ഫോം ആൽക്കെയിൻ. ആൽക്കെയിനുകളുടെ പ്രിപ്പറേഷൻ മെത്തേഡ് ആയിരുന്നു ഹൈഡ്രജനുമായുള്ള റിയാക്ഷൻ അല്ലെ. അതിന് നമ്മൾ പേരും പറഞ്ഞു എന്താ, ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ് അല്ലെ. കാറ്റലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നാ സാറ് പറഞ്ഞിരുന്നത്. എന്റെ മക്കൾ നേരത്തെ എഴുതി വെച്ചിട്ടായിരുന്നു കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് അല്ലെ. ആ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ പറയുന്ന പേരാണ് മോള് പറഞ്ഞ ബി ആണ്, കോബ്സ് റിയാക്ഷൻ. കോബ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോളിസിസ് റിയാക്ഷൻ ആണ് കേട്ടോ. കോബ്സ് ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, ഇവിടെ അഡീഷൻ ആണ് നടക്കുന്നത്. അതിന്റെ പേരാണ് മോളെ സബറ്റിയർ ആൻഡ് സെന്ററൈൻസ് റിയാക്ഷൻ. ഓക്കെ, ആൽക്കീനുകളിൽ നിന്ന് ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് സബറ്റിയർ ആൻഡ് സെന്ററൈൻസ് റിയാക്ഷൻ. അതാണ് മോളെ സി ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നെയിം റിയാക്ഷൻ ആണ്, നോ ചേഞ്ച്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? അപ്പൊ നോക്കി ഏറ്റവും ലാസ്റ്റ് റിയാക്ഷൻ എന്താ, ഡി റിയാക്ഷൻ എന്താ വായിച്ചു നോക്കിയടാ. കാർബൈലമീൻ റിയാക്ഷൻ അറിയാലോ, കാർബൈലമീൻസുമായുള്ള റിയാക്ഷൻ ആണ് കാർബൈലമീൻ റിയാക്ഷൻ പറയാ. ഇവിടെ അങ്ങനെ സാധനം കാണാനുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഡി ഓപ്ഷൻ നമുക്ക് വേണ്ടേ വേണ്ട. വൂഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പൊ വൂഡ്സും വേണ്ട കേട്ടാ. കോബ്സ് പറയുന്നത് ഇലക്ട്രോളിസിസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ സി ഇടാ. സെറ്റ്. ഓക്കെ, അപ്പൊ മക്കളെ ഒരു കുഞ്ഞും ബ്രേക്ക് എടുത്ത് വന്നാലോ? ഇടാ, വേഗം വരൂ, വേഗം വാ, വേഗം വാ, വേഗം വന്നേ. എന്നിട്ട് വീഡിയോ ഓണാക്കി വന്നിരുന്നേ. വേഗം വടാ, ഓടിവാ, സമയം പോണു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? വേഗം വാ, വേഗം 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 വാ. വൈകി വന്നാൽ ക്വസ്റ്റ്യൻ കിട്ടില്ല കേട്ടോ. ചൂടുള്ള ചായ കുടിക്കുന്നവർ ശ്രദ്ധിക്കണം. ചൂടുണ്ടെങ്കിൽ ചൂടുള്ള സമയത്ത് ആരെങ്കിലും ചൂട് ചായ കുടിക്കും? നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കല്ലാതെ തരുന്നില്ല അല്ലേ? ഓക്കെ, ഓക്കെ ആണല്ലോ. ജിയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ നമ്മൾ കിട്ടിയിട്ടില്ല. നോട്ട് ചെയ്യണേ മകളെ. ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ. CH3 CH2 CHCl2 വേണ്ട കേട്ടോ, CH2Cl ആണ് കേട്ടോ മകളെ. CH3 CH2 CH2Cl ആകണേ. CH3 CH2 CH2Cl. ക്ലോറോപ്രൊപ്പൈൻ 1 ക്ലോറോപ്രൊപ്പൈൻ ആകണം. ഡൈക്ലോറോ വേണ്ട. ട്രീറ്റഡ് വിത്ത് NaNH സോഡാമൈഡ്. ഏതാണ് പ്രൊഡക്റ്റ് വരിക നോക്കി നോക്കുക. റിയാക്ഷൻ എഴുതി നോക്കുക, കാണട്ടെ. നേരത്തെ പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ. തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബീറ്റ എലിമിനേഷൻ. എന്റെ മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റും, ഒന്നും മറച്ചു നോക്കണ്ട. ബീറ്റ എലിമിനേഷൻ ആണ്. ബീറ്റ കാർബണിൽ നിന്ന് ആര് പോണം നോക്കുക. ആൻസർ റെഡിക്ക് റെഡി ആയിട്ട് കിട്ടും. സോഡാമൈഡിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. കിട്ടിയൊരു ഓപ്ഷൻ നോക്കിയടാ. ഓപ്ഷൻ എ പറയുന്ന ആരെങ്കിലും ചൊന്ന് കൈ ഹൈ അടിച്ചാൽ മതി. എ ഓപ്ഷൻ ഉള്ളവര് ആരും ഇല്ല അല്ലേ? ഒരാളുണ്ട്. വെരി ഗുഡ്. വീടോ വെണ്ടിച്ചിട്ടൊക്കെ കാണിക്കുന്നു അല്ലെ. ബി ഓപ്ഷൻ കിട്ടിയവരുണ്ടല്ലോ. ബി ഓപ്ഷൻ ആരുമില്ല. അപ്പൊ സിയും ഡിയും കിട്ടിയവരായിരിക്കും മിക്കവാറും അല്ലെ. കാരണം അവിടെയാണല്ലോ NH2 ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ മക്കളെ. ട്രീറ്റഡ് വിത്ത് NaNH2 ആണ്. സോഡാമൈഡുമായി റിയാക്ട് സമയത്ത് പ്രൊഡക്റ്റിലേക്ക് അത് വരുന്നില്ല കേട്ടാ. വേണ്ട സാധനം നോക്കണം. എന്താ? ഇതാണ് നമ്മുടെ റിയാക്ടൻസ്. CH3 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ CH3 തന്ന സമയത്ത് CH3 നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. CH2 ഉണ്ട്. CH2Cl. ഇതാണ് റിയാക്ഷൻ. CH3 CH2 CH2Cl അല്ലെ മക്കളെ. അതിനോട് കൂടി എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് റിയാക്ട്സ് വിത്ത് ദ പ്രസൻസ് ഓഫ് NaNH2 സോഡാമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. എന്താണ്ടാവുക? ഈ Cl എന്ത് ചെയ്യും? ഈ Cl എന്താ സംഭവിക്കുക? റിമൂവ് ചെയ്യപ്പെടും. അപ്പൊ ഈ Clലേക്ക് വേണ്ട H എവിടെ നിന്ന് എടുക്കുക? ബീറ്റയിൽ നിന്നാണ് എടുക്കുക കേട്ടാ. അപ്പൊ എന്ത് വരും? ഇവിടെ സാർ പ്രൊഡക്റ്റ് എഴുതാം. CH3 അതേപോലെ തന്നെ കിടന്നോട്ടെ. ആൻഡ് CH2 നിന്ന് ഇത് ബീറ്റയാണ്, ഇത് ആൽഫയാണ്. ബീറ്റയിൽ നിന്ന് ഒരു H നെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അപ്പൊ അത് CH ആയിട്ട് മാറും
അല്ലെ. ആൻഡ് ഇവിടെ എന്ത് വരും? CH2 എന്ന് വരും. ഇവിടെ നിന്ന് പോയ HCl ഉം ഈ H കൂടി ചേർന്നുകൊണ്ട് എന്തായിട്ട് മാറുന്നു? HCl ആയിട്ട് മാറും അല്ലെ. അപ്പൊ എവിടെയാ സംഭവിക്കുക? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. അപ്പൊ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് വരും കേട്ടോ. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതും ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ് മക്കളെ. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. കാരണം ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യുന്നു. ആ ബീറ്റ കാർബണിലെ ഹൈഡ്രജൻ ഹാലോജനുമായി ചേർന്നുകൊണ്ട് ഹൈഡ്രജൻ ഹാലൈഡായിട്ട് മാറും കേട്ടാ. ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത റിയാക്ഷൻ കൂടിയാണ് ബീറ്റ എലിമിനേഷൻ. അപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓക്കെ ആണല്ലോ അല്ലെ. കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ കിട്ടിയല്ലോ അല്ലെ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഹൈഡ്രോ കാർബണിന്റെ മക്കൾ കാണാനുണ്ടായിരിക്കും. ആ ഹൈഡ്രോ കാർബണിനകത്ത് ആര് കാണാനുണ്ട് മക്കളെ? ഒരു ഡബിൾ ബോണ്ടും ഒരു ട്രിപ്പിൾ ബോണ്ടും കാണാനുണ്ട് അല്ലേ. അപ്പൊ ഒരു കോമ്പൗണ്ട് ആണ്, അതിനകത്ത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? അതിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓപ്ഷൻ ബി കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ഒക്കെ കാണാനുണ്ട്. ആരൊക്കെയോ പറയുന്നുണ്ട്. നോക്കട്ടെ, ഒരു 2-3 സെക്കൻഡ് കൂടി തരാം. ചില ആളുകൾക്ക് ഉത്തരം എഴുതാനുള്ള സമയം കൊടുക്കണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആളെന്ന് വിളിച്ചാലോ? അഹൽ അഹലും അൻവർ. യെസ്, ഗുഡ്സ്. ഈ കണ്ണ് കാണാത്തോണ്ടാ തോന്നുന്നു, പേര് വായിക്കാൻ പറ്റാത്തോണ്ടാ. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, മോള് ക്വസ്റ്റ്യൻ വായിച്ചോടാ. ക്വസ്റ്റ്യൻ വായിച്ചോ. എന്താ കിട്ടി? എന്താ മനസ്സിലായേ? സിയാന്ന് തോന്നുന്നു, ബിയാന്ന് തോന്നുന്നു. ഏതാ തോന്നുന്നേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. CCയോ? CC ഇല്ലല്ലോ, ഒരു സി അല്ലേ ഉള്ളൂ. ഓപ്ഷൻ സി അല്ലേ, തേർഡ് ഓപ്ഷൻ. നോക്കിയേ, ഇതിനകത്ത് ശ്രദ്ധിക്കേട്ടാ. ഇതിനകത്ത് ഒരു ആൽക്കീൻ ഗ്രൂപ്പും ഒരു ആൽക്കൈൻ ബാച്ചും കാണാനുണ്ട് അല്ലെ. അപ്പൊ പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കറിയോ? ഡബിളും ട്രിപ്പിളും വന്നു കഴിഞ്ഞാൽ ഡബിളിനാണ് പ്രയോറിറ്റി കേട്ടാ. ഡബിൾ ബോർഡിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ കൗണ്ടിങ് എവിടുന്ന്? അവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലെ. എന്ന് പറയാൻ എവിടുന്ന? ഈ സൈഡിൽ നിന്ന് നമ്മുടെ എഴുതിയ കോമ്പൗണ്ട് ഉണ്ടാ, അത് CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ആ അവസാന ഭാഗത്ത് ഇങ്ങോട്ട് നമ്പർ ചെയ്ത് നോക്കടാ. അപ്പൊ എങ്ങനെ വരിക നോക്കിയേ? CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4th കാർബൺ അല്ലെ. അപ്പൊ എവിടെയാ? 1നോട് കൂടി ഈനും 2, 3യോട് കൂടി ഐനും വരുന്ന സാധനം ആരാ? മൊത്തം 1, 2, 3, 4 ബ്യൂട്ടാണ് അല്ലെ. അപ്പൊ എന്താ വരിക? ബ്യൂട്ടാണ് ടോട്ടലി വരുന്ന സാധനം, ബ്യൂട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? BUT എന്ന് എഴുതാം. ബ്യൂട്ട് ഒരു ഹൈഫൺ ഇടാം അല്ല മക്കളെ. എന്നിട്ടോ 1ലാണ് ഈൻ, അപ്പൊ 1 ഈൻ. പിന്നെ എവിടെയാ? അപ്പുറത്തേടെ ഒന്നുള്ളത് 3, തേർഡിലാണ് ഐൻ, YNE. ബ്യൂട്ട് 1 ഈൻ 3 ഐൻ എന്നാണ് പേര് വരിക. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രിപ്പിൾ ബോണ്ടും ഡബിളും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ ഇവിടുന്ന് അങ്ങോട്ടല്ലേ കൗണ്ടിങ് നോക്കാറ് അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാൻ കാരണം എന്താ? ഈ ഭാഗത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിനേക്കാൾ ശ്രദ്ധ കൊടുക്കേണ്ട, കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആള് ഡബിൾ ആണ്. അപ്പൊ നമ്മുടെ കൗണ്ടിങ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. കിട്ടിയോ മക്കളെ? അപ്പോ 1, 2, 3, 4. 1ല് ഈൻ, 3ല് ഐൻ. അതാണ് ബ്യൂട്ട് 1 ഈൻ 3 ഐൻ. ഓക്കെ, കിട്ടി? ഓക്കെ ഓക്കെ. ആൻസർ എഴുതിക്കോട്ടോ. എഴുതി വെച്ചോ. ഓപ്ഷൻ മാർക്ക് ചെയ്തു. ഒക്കെ എഴുതിക്കണല്ലേ? ആദ്യം തന്നെ എഴുതിക്കണം. സെറ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. But 1 ion on reacts with the hot acidic KMnO4 gives dash. ആ റിയാക്ഷൻ ഒന്ന് മനസ്സിൽ കാണാം കേട്ടോ. ബ്യൂട്ട് 1 ion, ബ്യൂട്ട് 1 ion ട്രിപ്പിൾ ബോണ്ട് ഹൈഡ്രോകാർബൺ ആണ്. ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺ ആണ്. KMnO4മായി റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക അറിയോ?
ഓക്സിഡേഷൻ നടക്കും കേട്ടോ. KMnO4 അല്ലേ, നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അസിഡിക് KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഡി ബ്ലോക്കിൽ നിങ്ങൾ കേട്ടതാണ്. അപ്പൊ KMnO4 ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് മക്കളെ ഉണ്ടാവുക? ഉണ്ടാകുന്നതിന് ഒരു തിയറി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന പാരന്റ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ അഥവാ പാരന്റ് ആൽക്കൈനേക്കാൾ ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. KMnO4 സഹായിച്ചു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവേണ്ടത് എത്രയാ? ബ്യൂട്ട് എന്ന് പറയാൻ 4 കാർബൺ ആണ്. ആ 4 കാർബണുകൾ ഒരെണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാ? പ്രൊപ്പാണ്. അപ്പൊ പ്രൊപ്പിനോട് കൂടി ആര് വരണം? ആസിഡ് വരണം അല്ലെ? കാരണം ഓക്സിജനുമായുള്ള റിയാക്ഷൻ കൂടുതൽ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ CH3 CH2 COOH എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും അല്ലെ? കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിലെന്താ? 4 കാർബൺ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് അകത്ത് 1 2 3 ആയിട്ട് മാറി. ഒരു കാർബൺ. ആ കാർബൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നത് വരും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ് ടെർമിനൽ ആൽക്കൈൻസ് എന്നാണ് പറയാം. ആ ട്രിപ്പിൾ ബോണ്ട് ഹൈഡ്രോ കാർബൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോട്ട് ആസിഡിക് KMnO4മായി റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നടന്ന് എന്റെ മക്കൾക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും കേട്ടോ. ശരിക്കും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ കൂടിയാണ്. എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന പ്രോസസ് കൂടിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ എവിടെയാണ് കാണാനുള്ളത്? ഓപ്ഷൻ ABC സി ഓപ്ഷൻ സി ആണ്. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്തുകൊണ്ടറിയോ? എന്താ കാരണം? സ്ട്രോങ് ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ്. അത് ഓർമ്മയിൽ വേണം. സ്ട്രോങ് ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. ഓക്കെ മക്കളെ, യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഈ അടുത്ത ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണേ. ഇതിന് നമുക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എക്സും വൈയും കണ്ടുപിടിക്കണേ. ഇതും ഓസോണലൈസിസ് റിയാക്ഷൻ ആണ്. CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറഞ്ഞാൽ അസറ്റിലീൻ ആണ് കേട്ടോ. അസറ്റിലീൻ അഥവാ ഈഥൈൻ. ആ പേര് ശ്രദ്ധിക്കണം, അസറ്റിലീൻ ഓർ ഈഥൈൻ. ഇറ്റ് ഈസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ, ദാറ്റ് ഇസ് നോൺ ആസ് ഓസോണലൈസിസ്. ഓസോണുമായുള്ള റിയാക്ഷൻ ഓസോണലൈസിസ്. ഇൻ പ്രസൻസ് ഓഫ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുന്നു ടു ഗിവ്സ് H. എന്താണ് X വരിക? X എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞോട്? എക്സും വൈയും. വൈ എന്താണെന്ന് ചോദ്യം അല്ലെ? ഓക്കെ. എക്സ് ആയിരിക്കും നല്ല നമുക്ക് വൈയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പറയടാ, കിട്ടിയോ? O3യുമായിട്ടാണ് റിയാക്ഷൻ. നേരത്തെ നമ്മൾ അതേ റിയാക്ഷൻ പറഞ്ഞു. ഓസോൺ അഥവാ ഓക്സിഡേഷൻ നടക്കുകയാണ്. ഓക്സിഡേഷൻ നടന്നാൽ ആൽക്കൈൻസ് തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആണ്. KMnO4മായി റിലേറ്റഡ് ആണ്. ഫൈനൽ പ്രോഡക്റ്റ് ഇന്റർമീഡിയറ്റ് എന്തോ ആയിക്കോട്ടെ, ഫൈനൽ പ്രോഡക്റ്റ് എന്താ വരിക? വേഗം ഒരാളെങ്കിലും കമന്റ് ചെയ്യും. എനിബഡി സ്പീഡപ്പ്. തൊട്ട് മുമ്പ് പറഞ്ഞ റിയാക്ഷൻ ഓപ്ഷൻ എ പറയുന്ന ആളുകളുണ്ട്. ഓസോണലൈസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. മറക്കരുത്, കാർബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യടാ. കാർബോക്സിലിക് ആസിഡ്. അപ്പോ ഓപ്ഷൻ ഡി മക്കളെ, ഓപ്ഷൻ ഡി ആൽക്കഹോൾ ആണ്. നേരെ മറിച്ച് അവിടെ വാട്ടറുമായൊക്കെ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽക്കഹോൾ ഫോം ചെയ്യും. O3യുമായുള്ള റിയാക്ഷൻ നല്ല സ്ട്രോങ് ഓക്സിഡേഷൻ ആണ്. സാധാരണ ഓക്സിഡേഷൻ നല്ല സ്ട്രോങ് ഓക്സിഡേഷൻ കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രോസസ്സിലാണ് നടക്കുന്നത്. അപ്പോ നേരത്തെ നമ്മൾ തൊട്ടുമ്പോ KMnO4 റീസണിൽ പറഞ്ഞു എന്തായിരുന്നു? സ്ട്രോങ് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വരുന്ന സാധനം ഏതാ? അബ്ദുള്ള ഒന്ന് വേഗം പറഞ്ഞേടാ, ഏതാ? മിണ്ടണില്ല.
കാർബോക്സിലിക് ആസിഡ് ഇടാ. ശരിക്ക് നമ്മുടെ റിയാക്ഷനകത്ത് വരേണ്ടത് ഏതാ? കറസ്പോണ്ടിങ് ആയി വരുന്ന ആൽക്കൈനിനേക്കാൾ ഒരു എണ്ണം കുറവായ കാർബോക്സിലിക് ആസിഡാണ് ഫോം ചെയ്യേണ്ടത്. എടാ ഇവിടെ നോക്കിയാൽ മക്കളെ, CH ട്രിപ്പിൾ ബോണ്ട് CH കാണാനുണ്ടോ? അതിനേക്കാൾ ഒരു കാർബൺ കുറഞ്ഞ ആസിഡ് ഫോം ചെയ്യണം. അപ്പൊ ശരിക്കും വരേണ്ടത് ഏതാ അറിയോ? ഏതാ വരേണ്ടത്? പ്രൊഡക്റ്റ് വരേണ്ടത് HCOOH ആണ്. മെത്തനോയിക് ആസിഡ് അഥവാ ഫോർമിക് ആസിഡ് ആണ് ഉണ്ടാവേണ്ടത് കേട്ടോ. അതിനകത്ത് നമ്മുടെ ഓപ്ഷൻ ഇല്ല ഉണ്ടോ? HCOOH ആണ് ഫോം ചെയ്യേണ്ടത്. നമ്മുടെ ആൻസർ അകത്തുള്ളത് CH3. പല ആളുകളും CH3COOH ആൽക്കഹോളിക്കൊക്കെ എത്തി. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താ? ആൽക്കൈൻ. ഈ ആൽക്കൈനേക്കാൾ ഒരു നമ്പർ കുറയണം ഉണ്ടാകുന്ന കാർബോക്സിലിക് ആസിഡ് അല്ലേ? ഇതിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഇത് 2 കാർബൺ ആണ്, കുറഞ്ഞാൽ ഒരു കാർബൺ എന്താ പറയാ? മെത്തനോയിക് ആസിഡ് അഥവാ ഫോർമിക് ആസിഡ് എന്ന് പറയും. അതാണ് HCOOH കേട്ടാ. അപ്പൊ ഉണ്ടായ സാധനം HCOOH മറക്കരുത്. അപ്പൊ അവിടെ ശ്രദ്ധയിൽ വേണ്ട കാരണം എത്രയാണോ ഉണ്ടാകുന്നത് അതിനേക്കാൾ ഒരു എണ്ണം കുറവായിരിക്കണം. ബാക്കി എന്തോ റിമൂവ് ചെയ്തോട്ടെ. അപ്പൊ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് HCOOH കേട്ടാ. ഓക്കെ, ഇന്റർ കണക്റ്റഡ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റുമായി കണക്റ്റഡ് ആണ്. ഓർമ്മയിൽ നിൽക്കണം, പ്ലീസ് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, യെസ്. ഇനി ഇത്രയും ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കരുത് കേട്ടോ മക്കളെ. Which of the following is used to weld and cut the metal? Oh, കിട്ടിയട ആൻസർ. ആൻസറുകൾ ഇപ്പൊ വരും ഇവിടുന്ന്. നമുക്കൊരാളെ ചോദിക്കണ്ടേ? ഇത് റോസ്മിൻ. റോസ്മിനെ ഒരു വട്ടം വിളിച്ച മുമ്പ്. റോസ്മിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത കുഞ്ഞാ പറഞ്ഞടാ. ഓപ്ഷൻ എ. യെസ്, കേൾക്കാനില്ല, ഞാൻ ആക്ഷനിൽ കണ്ടു കേട്ടോ. ഓക്കെ 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 ഓക്കെ, ഒരാളെ വിളിക്കണം. ആ ബോയ് നമ്മളെ ദാറ്റ് വൺ. യെസ്. ആരാ? റോഹൻ. റോഹൻജി, ഹൗ ആർ യു? ഉഷാറല്ലേ മോനെ? ഒന്ന് ശബ്ദത്തിൽ സംസാരിക്കോ? സാർ കേൾക്കാനടാ. സൗണ്ട് ഇഷ്യൂ ഉണ്ടോ? സാർക്ക് കേൾക്കാന്നില്ല. ഈ പ്രായമായിട്ടോന്ന് അറിയണടാ. പറ മോൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്തായിട്ട്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു വെൽഡ് ആൻഡ് കട്ട് ദ മെറ്റൽ. മെറ്റൽസിനെ കട്ട് ചെയ്യാൻ വെൽഡിങ്ങിനൊക്കെ നമ്മൾ വർക്ക്ഷോപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. ഒരു സംശയം വേണ്ട, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് അസറ്റലീൻ എന്നാണ് പറയാ. അസറ്റലീൻ ആണ്. ആരെ അസറ്റലീൻ മക്കളെ? C2H2. അതാണ് അസറ്റലീൻ. C2H2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. വെൽഡിങ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിനെ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. മെറ്റൽസിനെ വെൽഡ് ചെയ്യാൻ വേണ്ടി കേട്ടാ വെൽഡിങ് ഓഫ് മെറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കട്ടിംഗ് ഓഫ് മെറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും കേൾക്കാത്ത വേർഡ്സ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സാറ് പറയുമ്പോൾ കട്ടിംഗ് ഓഫ് മെറ്റൽസ്, വെൽഡിംഗ് ഓഫ് മെറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെയോ ബ്രേസിംഗ് എന്ന് പറയുന്ന വേർഡ്. ബ്രേസിംഗ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല? BRAZING, ബ്രേസിംഗ്. ആ വേർഡ് കേട്ടിട്ടുണ്ടോ? ആ വേർഡ് കേട്ടവർ ആരൊക്കെയാണ്? ബ്രേസിംഗ്. ഞാൻ മാത്രം, എന്റെ കൈ മാത്രമേ കാണുള്ളൂ കേട്ടോ. ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെറ്റൽസിനെ ജോയിൻ ചെയ്യുക കേട്ടോ. വെൽഡ് ചെയ്തിട്ട് മെറ്റൽസിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ബ്രേസിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കട്ടിങ്, വെൽഡിങ്, ബ്രേസിംഗ്, സോൾഡറിങ്, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോൾഡറിങ്. അപ്പൊ സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ ഹീറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. എന്താ ഹീറ്റ് ട്രീറ്റ്മെന്റ് അറിയോ നിങ്ങൾക്ക്? ഹീറ്റ് ട്രീറ്റ്മെന്റ് മക്കൾ കേട്ടിട്ടുണ്ടോ? നമ്മള് മെറ്റൽസിനെ ഹാർഡാക്കി മാറ്റാൻ അനീലിംഗ്, ഹാർഡനിങ്, ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യാറുണ്ട് കേട്ടാ. നിങ്ങൾ ചെറിയ ക്ലാസ് കേട്ടിട്ടായിരിക്കും. ഓൾറെഡി +2 പണ്ടുണ്ടായിരുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അനീലിംഗ് ഉണ്ട്, ഹാർഡനിങ് ഉണ്ട്, ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുകളുണ്ട്. അത് ഹീറ്റ് പ്രോസസ്സുകളാണ്, മെറ്റൽസിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. അത്തരം പ്രോസസ്സുകൾക്ക് വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ അസറ്റിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടാ. അതുപോലെ മെറ്റൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടി, മെറ്റൽ ഷേപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മെറ്റൽസിന്റെ
നല്ല മനോഹരമായ ഷേപ്പൊക്കെ ആക്കി മാറ്റാൻ കൊത്തുപണികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. സർഫസിൽ ക്ലീൻ ചെയ്യാം. സോ മെറ്റൽസിന്റെ സർഫസിൽ എന്തെങ്കിലും റെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ലീനിന് വേണ്ടി സർഫസ് കൊണ്ട് നമ്മുടെ വീട്ടിലെ സർഫസ് അല്ല കേട്ടോ, മെറ്റൽ സർഫസ് ആണ് കേട്ടോ. മെറ്റൽസിന്റെ സർഫസിനകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ എന്തിനു പറയാ അസറ്റലൈൻ ഫ്ലെയിമുകളെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് ഓക്സി അസറ്റലൈൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമ്മൾ ഇത്തരം പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, കേട്ടിട്ടുണ്ടോ അറിയില്ല. ക്വസ്റ്റ്യൻ ഞാൻ കോമൺ ആയിട്ട് തരാം. നമ്മള് മെറ്റൽസിന്റെ മുകളിൽ കൊത്തുപണി ചെയ്യാറുണ്ട് അല്ലേ? മെറ്റൽ എൻഗ്രാവിംഗ് എന്നൊക്കെ പറയാറുണ്ട്. മെറ്റൽസിനെ എൻഗ്രാവ് ചെയ്യാന്ന് പറയാറുണ്ട്. ആ മെറ്റൽ എൻഗ്രാവിംഗിന് വേണ്ടി ഏത് ആസിഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുക? പറയാൻ പറ്റും? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മെറ്റൽ എൻഗ്രാവിംഗിന് വേണ്ടി ഏത് ആസിഡ് ആണ് യൂസ് ചെയ്യുക? അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? കൊത്തുപണികൾ ലോഹങ്ങളുടെ സർഫസിൽ, മെറ്റൽസിന്റെ സർഫസിൽ എച്ചിങ് എന്നൊക്കെ പറയാറുണ്ട്, ഡിസൈനിങ്. ആ ഡിസൈൻ ഉണ്ടാകാൻ ഒരു ആസിഡ് യൂസ് ചെയ്യും. നോക്കട്ടെ ആരൊക്കെ പറഞ്ഞുതരാം. എനിബഡി അറിയുന്നവർ റൈസ് ചെയ്തോ? എല്ലാം നമുക്ക് അറിഞ്ഞോളൊന്നുമില്ലല്ലോ, ഡോൺ വറി. ആരുമില്ല. HNO3 ആണ് കേട്ടോ മക്കളെ യൂസ് ചെയ്യുക. HNO3 ഇടാ. മെറ്റൽ എൻഗ്രാവിംഗിന് വേണ്ടി നൈട്രിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എച്ചിങ് ഓഫ് മെറ്റൽസിന്റെ സർഫസിൽ ഡിസൈനിങ്ങും കുത്തുപണിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മറ്റേ ചങ്ങായി ആരാ? നൈട്രിക് ആസിഡ്. മുപ്പർക്ക് പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ യെല്ലോ കളർ വരുന്ന സാധനം പറഞ്ഞില്ലേ? കൊറോഷൻ, സ്കിൻ കൊറോസീവ് ആണെന്ന് പറഞ്ഞില്ലേ? സാന്തോപ്രോട്ടിക് ആസിഡ് അന്ന് പറഞ്ഞിരുന്നു അല്ലേ? അന്നൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. സാന്തോപ്രോട്ടിക് ആസിഡ് നിങ്ങൾ എഴുതിയിട്ടോ എനിക്കറിയില്ല, ഓർമ്മയില്ല? നൈട്രിക് ആസിഡ് സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ യെല്ലോ കളർ വരും. ഓർമ്മയില്ലാത്തവർ, ക്ലാസ് കയറാത്തവർ ശ്രദ്ധിച്ചോ. നൈട്രിക് ആസിഡ് സ്കിന്നിൽ വീണ് കഴിഞ്ഞാൽ യെല്ലോ കളർ ഫോം ചെയ്യും. ആ യെല്ലോ കളറിന് കാരണം നമ്മുടെ സ്കിന്നിലെ പ്രോട്ടീൻസുമായി ആര് റിയാക്ട് ചെയ്യുന്നു? നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? സാന്തോപ്രോട്ടിക് ആസിഡ് ആയിട്ട് മാറും. ആ സാന്തോപ്രോട്ടിക് ആസിഡ് പ്രസൻസ് ആണ് ആ യെല്ലോ കളറിന് കാരണം. കഴിഞ്ഞ വർഷം ലാബിൽ പോയ സമയത്ത് നമ്മുടെ കയ്യിലായപ്പോ ഒരു യെല്ലോ കളർ ഉണ്ടായില്ലേ? സെയിം കേട്ടോ, അത് ഓർത്ത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മകളെ ക്വസ്റ്റ്യൻ വായിച്ചോട്ടോ, വേഗം വായിച്ചോളൂ. Benzene reacts with CH3Cl in presence of anhydrous OlCl3 to form. ബെൻസീൻ കോമൺ ആയിട്ട് നമുക്ക് എന്ത് റിയാക്ഷൻ എങ്ങനെ പറയാം? ബെൻസീൻ റിയാക്ട്സ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. ബെൻസീൻ ആൽക്കൈൽ ഹാലൈഡുമായി റിയാക്ട് ചെയ്യുന്നു in presence of anhydrous AlCl3 to gives dash plus dash. എയും ബിയും ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ റിയാക്ഷൻ പേര് പറയാം. ഇവിടെ ചോദിച്ചിട്ട് റിയാക്ഷൻ പേരേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസ്ഡ് ആണ്. എയും ബി എഴുതിയിട്ട് നമ്മൾ റിയാക്ഷൻ പറയുള്ളൂ. നോക്കട്ടെ എന്റെ കുട്ടികൾ ആരൊക്കെ പറഞ്ഞു തരാനുള്ളത്. ഓപ്ഷൻ ഡി പറയണ്ടോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞാൽ അതന്നെ റൈറ്റ്, ഞാൻ മാറ്റി പറയില്ല. ഓക്കെ, നമുക്ക് ഒരാളെ വിളിച്ചാലോ സാറേ? എല്ലാരും ശബ്ദം കേൾക്കണമെങ്കിൽ. യെസ്, ഹബീബേ മുനുസെ സുഖലടാ? സാറൊന്ന് ചെയ്തു തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മോനെ ഓർമ്മയുണ്ടോ? ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറക്കുവോ? എഴുതില്ലേ? എന്നാ സാറ് കുട്ടി ഒരു കാര്യം ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോണ്ടാ, ദേഹം പറഞ്ഞോണ്ടാ. സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ, സാർക്ക് സൗണ്ട് കേൾക്കാനില്ല. ശരി, അത് താഴെ കൊണ്ട് വെച്ചിരിക്കുക. പറ. തെറ്റിക്കോട്ടെ, നീ ശബ്ദത്തിൽ പറഞ്ഞോ. ബെൻസീൻ റിയാക്ട്സ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. നമുക്കൊന്ന് എഴുതി നോക്കിയല്ലോ റിയാക്ഷൻ. സാർ എഴുതട്ടെ? നീ എഴുതുന്ന പോലെ ഞാൻ എഴുതാം കേട്ടോ. ഓക്കെ, നോക്കിയടാ. C6H6 ഇതല്ലേ നമ്മുടെ ബെൻസീൻ അല്ലേ? യെസ്, ദിസ് ബെൻസീൻ ഇറ്റ് ഈസ് റിയാക്ട്സ് വിത്ത് ആരുമായിട്ടാണ് റിയാക്ട് എന്ന് പറഞ്ഞത്? ആൽക്കൈൽ ഹാലൈഡ്. എക്സാമ്പിൾ ആണ് CH3Cl, ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇൻ പ്രസൻസ് ഓഫ് മോനു ശ്രദ്ധിച്ചോ AlCl3 ഇതാണ് റിയാക്ഷൻ വരിക അല്ലേ? ടു ഗീവ്സ് എന്താ വരിക നോക്കടാ? C6 ഇതിൽ നിന്ന് ഒരു H റിമൂവ് ചെയ്തു നോക്കുക. അപ്പൊ C6H5 ആയി അല്ലേ? എന്നിട്ട് ആരെ അറ്റാച്ച് ചെയ്തു? CH3 അറ്റാച്ച് ചെയ്തു. പ്ലസ് ഇവിടുന്ന് പോയ എച്ചും Cl കൂടി ആയാൽ ആരായി? HCl ആയി. കണ്ടോ? C6H5 CH3. എന്റെ മക്കള് കുറെ ആളുകൾ ഡി ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്.
അല്ലേ? ആരാ C6H5CH3? മീഥൈൽ ബെൻസീൻ. ആ മീഥൈൽ ബെൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ടൊളുവിൻ എന്ന് പറഞ്ഞത് കേട്ടോ. മീഥൈൽ ബെൻസിനാണ് ടൊളുവിൻ. അപ്പൊ ഓപ്ഷൻ ഡി കിട്ടിയവരൊക്കെ ഹൈ കാണിച്ചടാ നോക്കട്ടെ. ഷുവർ ആയിട്ട് ടൊളുവിൻ. വെരി ഗുഡ് വെരി ഗുഡ് വെരി. കിട്ടാത്തവർ കാണിക്കണ്ട കേട്ടോ. കിട്ടാത്തവർ ഉത്തരം എഴുതി വെച്ചോളൂ. മീഥൈൽ ബെൻസീൻ ടൊളുവിൻ എന്നാണ് പറയാ കേട്ടാ. യെസ്, ആ ഓപ്ഷൻ സി കിട്ടിയ ആളുകൾ മാറ്റ. സൈലിൻ അല്ല, ടൊളുവിൻ. ഓക്കെ, ഇനി യെസ്, ഈ റിയാക്ഷന് പേര് പറയും. എന്താ മക്കളെ റിയാക്ഷൻ പറയാ? ഇതിന് നെയിം പഠിച്ചിട്ടില്ല നമ്മള്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡാഷ്. നമുക്ക് സെക്കൻഡ് പോർഷനിൽ 1 2 3 4 5 യെസ് ആ കഴിഞ്ഞ ദിവസം പോസ്റ്റ് വെച്ചാളാ അല്ലേ? ആ കഴിഞ്ഞ ദിവസം ഒന്നില്ല. ഇല്ല, വിളിച്ചിട്ടേ ഇല്ല. ഷഹദിയ. ഓടിവാ മോളുസേ ഹായ്. നമ്മൾ ചെയ്തൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാനിക് ആവണ്ട, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടാ. ഇതാരാ മോളെ? വായിച്ചേടാ. ഇതാരാ? ഗുഡ്. ഇതാരാ? AlCl3 അൺഹൈഡ്രസ്. അൺഹൈഡ്രസ് AlCl3 ടു ഫോം. ഇതാരാ മോളെ? ടൊളുവിൻ. മീഥൈൽ ബെൻസീൻ ടൊളുവിൻ അല്ലെ? ഇങ്ങനെ മീഥൈൽ ബെൻസീൻ അഥവാ ടൊളുവിൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിന് റിയാക്ഷന് നമ്മൾ പേര് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? എന്താണ്? എറ്റാഡ് റിയാക്ഷൻ ആണോ ഇത്? ആൽക്കൈൽ ഹാലൈഡുമായുള്ള റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ഷൻ വിത്ത് ദിസ് വൺ. സാർ ക്ലൂ തരാം, പേടിക്കണ്ട, ക്ലൂ തരാം. എഫിലാണ് തുടങ്ങിയ. എഫില് ആലോചിക്കടാ. ഫ്രിഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഫ്രിഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ഓർമ്മ വന്നോ? Yes, so here it is. Friedel-Crafts alkylation reaction. മക്കളെ മെമ്മറിയിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. Okay? Yes, okay. Settle? Yes, next question. മക്കളെ ഓടി വാ, അടുത്ത ക്വസ്റ്റ്യൻ. ഉണ്ടോ സിസ്റ്റം? എന്തോട്ടി? അയ്യോ, പണിയുണ്ടോ? സ്റ്റോപ്പ് ആവോ? എങ്ങനെ? എന്താ ചെയ്യാൻ പറ്റുക? അങ്ങോട്ട് പോണോ? എന്ത് സ്റ്റോപ്പ്. ഇത് മാറ്റിക്കൂടെ? സിസ്റ്റം മാറ്റിയ പോരെ? ഇത് മാറ്റിയ പോരെ അങ്ങോട്ടോ അല്ലേ? സ്ക്രീൻ എന്താ ചെയ്യണ്ടേ നീ? ഓക്കെ